ദൈവത്തിന് സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ നല്ല രാത്രിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സർവകൃപാലുവായ ദൈവം ദൈവമക്കളെയും ദൈവസഭയെയും ദേശത്തെയും സ്നേഹിച്ചതിൻ്റെ ഫലമായി ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട കൂടിവരവിനെ ദാനമായി നൽകിയല്ലോ. കഴിഞ്ഞ ദിവസവും ഇന്നും ദൈവസന്നിധിയിൽ ആയിരിക്കാനും പ്രത്യാശയുള്ള ഗാനങ്ങൾ പാടി കർത്താവിൽ സന്തോഷിപ്പാൻ അവിടുന്ന് കൃപ നൽകി. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ അനുഭവിച്ചതായ സമാധാനത്തെയും സന്തോഷത്തെയും സൗഖ്യത്തെയും കുറിച്ച് ഒരു മനോഹരമായ സാക്ഷ്യവും കേൾപ്പാൻ അവിടുന്ന് സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്നും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നോ ഞാൻ പ്രാർത്ഥിക്കുകയാകുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 29 വാക്യങ്ങൾ വായിക്കണം. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്ത നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായി ഇളക്കമുള്ളതിന് മാറ്റം വരുമെന്ന് സൂചിപ്പിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. സ്തോത്രം. കഴിഞ്ഞ ദിവസം കൃപയാൽ 2 രാജ്യങ്ങളെക്കുറിച്ച് ചിന്തിപ്പാൻ ദൈവം സഹായിച്ചു. ഒന്നാമത്തെ രാജ്യം ഇളക്കമില്ലാത്ത ഒരു രാജ്യം, ഏദൻ. ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ സൃഷ്ടിക്കപ്പെട്ട ദൂതന്മാർ ദൈവത്തോട് മത്സരിച്ചു. ആ മത്സരത്തിൻ്റെ ഫലമായി ദൈവം അവരെ ശിക്ഷിച്ചപ്പോൾ അവരുടെ വീഴ്ച മുഖേന ഭൂമി പാഴും ശൂന്യവും ആക്കപ്പെട്ടു എന്ന് വചനത്തിൽ കാണുവാൻ കഴിയും. അങ്ങനെ പാഴാക്കപ്പെട്ട, ശൂന്യമാക്കപ്പെട്ട ആ ഭൂമിയെ സർവകൃപാലുവായ ദൈവം 6 ദിവസം കൊണ്ടോ അതിനെ മോടി പിടിപ്പിച്ചോ, അതിനെ പുതുക്കി പണിതോ, ആ ഭൂമിയിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യരെ ആക്കി. എന്ന് മാത്രമല്ല, മറ്റോ ജീവജന്തുക്കളൊക്കെയും മനുഷ്യരും മറ്റ് സകല ചരാചരങ്ങളും സമാധാനമായി സന്തോഷമായി ജീവിച്ച ഒരു രാജ്യം, നിഷ്പാപയുഗം. അങ്ങനെ ആയിരുന്ന ആ ഏദെൻ തോട്ടം, അതാണ് ഒന്നാമത്തെ രാജ്യം, ഇളക്കമില്ലാത്ത ഒരു രാജ്യം. എന്നാൽ ദൈവത്തിൻ്റെ ശിക്ഷാവധി നിമിത്തം ദൂതന്മാരോ പിശാചുക്കളായി മാറ്റപ്പെട്ടു. ആ പിശാചുക്കൾ ഈ ഭൂമിയെ ഇളക്കുവാൻ തീരുമാനിച്ചു. നേരിട്ട് വന്ന് ഇളക്കുവാൻ കഴിയുകയില്ല. ഇന്നലെ ചിന്തിച്ചതുപോലെ, മനോരമ പത്രത്തിൽ കാണപ്പെട്ടതുപോലെ, കള്ളം എന്ന് പറയുന്ന വ്യക്തി കുളിച്ചു മുകളിൽ കയറി വന്ന് സത്യത്തിൻ്റെ വസ്ത്രം അണിഞ്ഞു മുൻപോട്ട് പോയതുപോലെ പിശാചോ പാമ്പിൽ കൂടെ ആ ഏദെൻ തോട്ടത്തിൽ വന്നു, സത്യത്തെ പോലെ സംസാരിച്ചു. അങ്ങനെ സമാധാനമായിരുന്ന ആ ലോകത്തെ മനുഷ്യൻ്റെ അതിക്രമങ്ങൾ നിമിത്തം, പാപം നിമിത്തം ആ ഭൂമി ശപിക്കപ്പെട്ടു എന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നു. ഉൽപ്പത്തി 3:17 ഈ ഭൂമി ശപിക്കപ്പെട്ടു. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു. അപ്പോൾ അന്നു മുതൽ, മനുഷ്യന്റെ ലംഘനം മുതൽ ഈ ഭൂമി ശപിക്കപ്പെട്ടു. ഓരോ
നാളിലും അത് ഇളകുവാൻ തുടങ്ങി. ആ ഇളക്കം ഓരോ ദിവസവും, ഓരോ ആഴ്ചയിലും, ഓരോ മാസവും, വർഷവും അധികമായി ഇളകിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കാലസമ്പൂർണതയിൽ പിതാവായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണത്താൽ ഈ ഇളക്കമുള്ള ഈ ലോകത്തിൽ അവിടുത്തെ മക്കളെ ഉരുവാക്കിയെന്നും നഷ്ടപ്പെട്ടു പോയ നിത്യജീവനെ തിരികെ തന്നുവെന്നും സൗഖ്യവും സമാധാനവും സന്തോഷവും നൽകിയെന്നു നാം ചുരുക്കമായി കൃപയാൽ ചിന്തിപ്പാൻ അവിടുന്ന് സഹായിച്ചല്ലോ. ഇന്ന് രാത്രികാലം നാം മൂന്നാമത്തെ രാജ്യത്തെക്കുറിച്ച് ചിന്തിപ്പാൻ താല്പര്യപ്പെടുകയാണ്. മൂന്നാമത്തെ രാജ്യം. ഒന്നാമത്തെ രാജ്യം ഏദേൻ, അത് ഇളക്കമില്ലാത്ത രാജ്യം. രണ്ടാമത്തെ രാജ്യം മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ആ ഭൂമിക്ക് ഇളക്കമുണ്ടായി. എന്നാൽ മൂന്നാമത്തെ രാജ്യം എന്ന് പറയുന്നത് ഇളക്കമുള്ള ഈ രാജ്യത്ത് ഇളക്കമില്ലാത്തൊരു ആത്മീകമായ രാജ്യമുണ്ടോ? ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട സെൻട്രപ്പച്ചൻ യോഗത്തിൻ്റെ അവസാന സമയത്ത് ഉണർത്തിയപ്പോൾ ആ രാജ്യത്തെ ഒന്ന് എടുത്തു പറയുകയുണ്ടായി. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വെച്ചു. കൊലോസ്യർ 1:13 വാക്യം. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. പക്ഷേ ഈ രാജ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഭൂപടത്തിലില്ലാത്ത രാജ്യമാണ്, ഗ്ലോബിൽ ഇല്ലാത്ത രാജ്യമാകുന്നു. ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ തന്നെ ഇങ്ങനെയുള്ള കോടിക്കണക്കിന് രാജ്യങ്ങളുണ്ട്. പക്ഷേ ഭൂപടത്തിൽ അതിനെ കാണുവാൻ കഴിയുകയില്ല. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. ഇന്ന് രാത്രികാലം 100 കണക്കിന് രാജ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ രാജ്യങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു ഹല്ലേലൂയ വിളിച്ചാട്ടോ, ഹല്ലേലൂയ. അപ്പോൾ യേശുവിൻ്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ച, മാനസാന്തരപ്പെട്ട, ജലസ്നാനമെടുത്ത, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചു വിശുദ്ധന്മാരുടെ ഉപദേശത്തിൽ കൂടെ പോകുന്ന നാം ആത്മീകമായ രാജ്യമാകുന്നു. സ്തോത്രം. ഒരിക്കൽ യേശുവിനോട് പിലാത്തോസ് ഒരു ചോദ്യം ചോദിച്ചു. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ, നിന്റെ രാജ്യം, യഹൂദന്മാർക്കൊരു ചിന്തയുണ്ടായിരുന്നു, റോമ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും മിശിഹ വന്നു ഒരു രാജ്യം സ്ഥാപിക്കും, യേശു രാജാവായിരിക്കും എന്നൊക്കെ ഒരു വിശ്വാസം യഹൂദന്മാർക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നു, നീ യഹൂദന്മാരുടെ രാജാവാണോ? 18-ന്റെ 36-ാമത്തെ വാക്യം ദയവായി വായിക്കണം. എന്റെ രാജ്യം ഐഹികമല്ല, എന്റെ രാജ്യം ഐഹികമായിരുന്നു എങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എന്റെ സേവകർ പോരാടുമായിരുന്നു. ശരിയാണ്, എനിക്കൊരു രാജ്യമുണ്ട്. പക്ഷേ എന്റെ രാജ്യം ഈ ലോകത്തെ പോലെയുള്ള ഒരു രാജ്യമല്ല. ഈ ലോകത്തിനുള്ള ആയുധങ്ങൾ, ആ ഒരു ആയുധങ്ങൾ എനിക്കോ എൻ്റെ പ്രജകൾക്കോ ഇല്ല. പക്ഷേ ഞാൻ രാജാവാണ്, എനിക്ക് രാജ്യമുണ്ട്. എൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ യേശു പ്രാർത്ഥിച്ചു, എൻ്റെ രാജ്യം വരയണമേ, പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചോൾ എൻ്റെ രാജ്യം വരണമേ എന്ന് യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ നാം ദൈവത്തിൻ്റെ രാജ്യമാണ്. നാം ദൈവത്തിൻ്റെ രാജ്യമാകുന്നുവെങ്കിൽ ഈ രാജ്യത്തിൻ്റെ 2 പ്രത്യേകതകൾ ഇന്ന് രാത്രികാലം ചുരുക്കമായി ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നു. ഒന്നാമത്തെ പ്രത്യേകത, റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഈ രാജ്യത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത
നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. 14-17 വാക്യം വായി. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമത്രേ. ഈ ഇളക്കമുള്ള രാജ്യത്തിൽ ഇളകാത്തൊരു രാജ്യമുണ്ടോ? അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമുള്ള രാജ്യമാകുന്നു. പരിതനായ ജോയി തോമസ് പാസ്റ്റർ കൊട്ടാരക്കരയിലായിരുന്നപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം അപ്പച്ചൻ പങ്കുവെക്കുകയുണ്ടായി. വേലയുടെ ആരംഭകാലത്ത് തിരുവനന്തപുരം സെൻട്രൽ ചാണി സഭാ ശുശ്രൂഷകനാകുന്ന ആ KM സഖറിയ അപ്പച്ചൻ അവിടെ ഇരിക്കുമ്പോൾ, അന്നത്തെ കാലത്ത് അനേക ദിവസങ്ങൾ പട്ടിണി കിടന്നാണ് ഈ മക്കൾ ഒക്കെ വേലക്കാരും ഒരു കൺവെൻഷന് കടന്നു വരുന്നത്. അങ്ങനെ കൺവെൻഷൻ സമാപിക്കുമ്പോൾ ഭക്ഷണത്തിന് പന്തിയായിരുത്തി. അന്നത്തെ ആഹാരം വെള്ളുകപ്പയായിരുന്നു. കേട്ട് പരിചയമേ എനിക്കുള്ളൂ. ഇങ്ങനെ വെള്ളുകപ്പ കൊടുത്ത് മുൻപോട്ട് പോകുമ്പോൾ ആര് വന്ന് പറഞ്ഞു, അപ്പച്ചാ വെള്ളുകപ്പയും തീർന്നു പോയി. ഉടനെ ആ വിശുദ്ധൻ KM സഖറിയ അപ്പച്ചൻ മുറിയിൽ പോയി മുട്ടിന്മേൽ നിന്ന് 2 കൈയും ഉയർത്തി, കർത്താവേ തീർന്നു പോയല്ലോ, എന്ത് ചെയ്യും? ആ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ദൈവം ഒരു മനോഹരമായ ഗാനം ആ വിശുദ്ധൻ്റെ ഹൃദയത്തിൽ കൊടുത്തു. കർത്താവ് പറഞ്ഞു, നീ പോയി ജനത്തിൻ്റെ ഇടയിൽ ഈ പാട്ടുപാടി അവരെ പോഷിപ്പിക്കുകയാണ്. ദൈവമക്കളെ, അപ്പച്ചൻ എഴുന്നേറ്റ് വന്നു, ആ പന്തിയുടെ ഇടയിൽ കൂടെ നടന്നു, പാടിയ ഒരു മനോഹരമായ പാട്ട് നമുക്കറിയാം. ദൈവത്തിൻ്റെ രാജ്യം ഭക്ഷണമോ അല്ല, നീതി സമാധാനം സന്തോഷമേ. ദൈവത്തിൻ്റെ രാജ്യം ഭക്ഷണമോ അല്ല, നീതി സമാധാനം സന്തോഷമേ. സ്നേഹം തോമസ് അപ്പച്ചൻ പറഞ്ഞതോ, വെള്ളുകപ്പേക്കാൾ അത് കഴിച്ചാൽ മാറുന്ന ആ വിശപ്പ്, അതിനേക്കാൾ വളരെ സന്തോഷത്തോടെ ദൈവമക്കൾ ഈ വരി ചേർന്ന് പാടി തൃപ്തരായി വിശപ്പ് അകന്നു മടങ്ങിപ്പോയി. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം ആത്മീക രാജ്യമാണെങ്കിൽ ദൈവം നമ്മെ ഈ ഇളകുന്ന രാജ്യത്തിൽ എങ്ങനെയൊക്കെയാണോ പോഷിപ്പിക്കുന്നതോ, നമ്മെ എപ്രകാരമൊക്കെയാണ് വഴി നടത്തുന്നതോ, അതിന് നാം 2 തെളിവുകൾ ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 2, 5, 6 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആസ തൻ്റെ ദൈവമായ യഹോവയ്ക്കോ പ്രസാദമായ ഹിതം ചെയ്തു, അതുകൊണ്ട് തൻ്റെ രാജ്യത്തിനു സ്വസ്ഥതയുണ്ടായി. നാം ആത്മീക രാജ്യമാണെങ്കിൽ, നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി കാണപ്പെടുന്നുവെങ്കിൽ, നിശ്ചയമായും നമ്മുടെ ആത്മീകമായ രാജ്യത്തിനോ സ്വസ്ഥതയുണ്ടോ? അതിൻ്റെ 2, 5, 6 വാക്യങ്ങൾ ദയവായി വായിക്കും. ആസ തൻ്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദവും ഹിതവുമായുള്ളത് ചെയ്തു. അവൻ എല്ലാ യഹൂദ പട്ടണങ്ങളിൽ നിന്നും പൂജാഗിരികളും സൂര്യവിഗ്രഹങ്ങളും നീക്കിക്കളഞ്ഞു. രാജ്യം അവന്റെ കീഴിൽ സ്വസ്ഥമായിരുന്നു. നാം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന അവിടുത്തെ മക്കൾക്ക് നിശ്ചയമായും ഈ ഇളകുന്ന രാജ്യത്തിൽ സ്വസ്ഥതയുണ്ടോ? ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ,
ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പുത്രനായ ക്രിസ്തുവിനെ പിതാവായ ദൈവം ഈ ലോകത്തിന് നൽകിയെന്നോ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർക്കോ സമാധാനമുണ്ടോ. യേശുവിനെ പിതാവായ ദൈവം ഈ ലോകത്തിന് നൽകിയപ്പോൾ യേശുക്രിസ്തു മുഖേന പ്രസാദം ലഭിക്കുവാനിടയായി തീർന്നു. ഈ പ്രസാദത്താൽ ദൈവം നമ്മുടെ രാജ്യത്തെ ഉറപ്പിച്ചിരിക്കുന്നു, സ്വസ്ഥമാക്കിയിരിക്കുന്നു. സ്തോത്രം. ഈ വചനത്തിൻ്റെ വെളിപ്പാടുകളൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കർത്താവ് നമ്മുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിച്ചുവല്ലോ. സ്തോത്രം. എന്നാൽ ഈ വചനത്തിൻ്റെ സാരാംശം എന്തെന്നറിയാൻ കഴിയാതെ ജീവിക്കുന്ന എത്രയോ കോടാനുകോടി ജനങ്ങൾ ഈ ലോകത്തിലുണ്ട്. ഞാൻ തൃശ്ശൂർ സെൻട്രൽ വടക്കാഞ്ചേരിയിൽ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ മറ്റൊരു സഭയിലെ ഒരു പാസ്റ്റർ NC പോൾ എന്ന് പറയുന്ന ഒരു പിതാവ് ഇടയ്ക്ക് വരുമായിരുന്നു. തൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ തകരത്തിൽ വചനം എഴുതി മരത്തിലൊക്കെ അത് ആണി തറച്ച് വയ്ക്കുക, ഇന്ത്യൻ പ്രസിഡന്റ് മുതൽ താഴേക്കുള്ളതായ VVIPകളുടെയും VIPയുടെയും ഒക്കെ അഡ്രസ്സ് മേൽവിലാസം വാങ്ങിയിട്ട് ആ 15 പൈസ കാർഡിൽ ഓരോ വചനം ഓരോ വാക്യം എഴുതി അയച്ചു കൊടുക്കുക. പ്രധാനമന്ത്രിക്ക് അയക്കും, അവരൊക്കെ മറുപടിയും അയച്ചു കൊടുക്കാറുണ്ടോ. താൻ ആ ശുശ്രൂഷയെക്കുറിച്ച് എന്നോട് പറഞ്ഞു. എന്നാൽ ഞാൻ പറയാൻ പോകുന്ന വിഷയം, ഇതിൻ്റെ വെളിപ്പാടറിയാത്ത എത്രയോ ജനങ്ങളുണ്ടോ. ഒരു ദിവസം കേരളത്തിലെ ഒരു കളക്ടർക്ക് ഈ പാസ്റ്റർ ഈ വാക്യം എഴുതി അയച്ചു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർക്കോ സമാധാനം. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കളക്ടർ മറുപടി കൊടുത്തു. താങ്കളുടെ പരാതി എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണോ? ഞാൻ മേൽ നടപടിക്ക് വേണ്ടി കളക്ടർ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. താങ്കളുടെ പരാതി എൻ്റെ കൈവശം കിട്ടി, ഞാൻ മേൽ നടപടിക്ക് വേണ്ടി കളക്ടറെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മ എത്രയോ ഭാഗ്യവാന്മാരാകുന്നു. നമ്മുടെ കണ്ണുകളെ കർത്താവ് തുറന്നല്ലോ, ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിച്ചല്ലോ. ദൈവത്തെ സ്തുതിച്ചാട്ടോ. ഹല്ലേലൂയ. യേശുക്രിസ്തു മുഖേന പ്രസാദം ലോകത്തിൽ ലഭിച്ചു. ആ പ്രസാദമുള്ളവർക്ക് സമാധാനമുണ്ടോ? എത്രയോ ജനകോടികൾ സമാധാനമില്ലാതെ ലോകത്തിൽ ജീവിക്കുന്നു, സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്നു. നമ്മുടെ കൊട്ടാരക്കരയിലെ സെൻട്രൽ അപ്പച്ചൻ ഒരു ദിവസം ഇപ്രകാരം ഓർപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട അപ്പച്ചൻ ആലപ്പുഴയിൽ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ കടൽ തീരത്തൊരു യോഗം നടത്തുകയുണ്ടായി. ആ യോഗത്തിൻ്റെ സമയത്ത് ആഠ്യ കുടുംബത്തിൽ ജനിച്ചു വളർന്ന സുമുഖിയായ വിദ്യാഭ്യാസമുള്ള ഒരു യുവതി കടൽ തീരത്ത് വന്നു നിൽക്കുക. തൻ്റെ ചിന്ത, ഇതിലും വലിയൊരു തിര വരും, ആ തിരമാല വരുമ്പോൾ എടുത്തു ചാടി ആത്മഹത്യ ചെയ്യണം. അപ്പോൾ ആരോ പറയുന്നുണ്ടോ, ചാടരുതോ, ഇതിലും വലുത് വരും, ഇതിലും വലുത് വരും. ഇങ്ങനെ തിരമാലകളെ നോക്കി നിൽക്കുമ്പോൾ അവിടെ ഒരു പാട്ട് പാടുന്നു. അധ്വാനിക്കും സ്നേഹിതരെ, ഭാരം ചുമപ്പവരെ, വരൂ, നിങ്ങൾ തൻ ക്ലേശങ്ങൾ ഏതാകിലും, പാപമോ രോഗമോ മറ്റെന്താകിലും, വിശ്വാസത്തോടെ കടന്നു വരൂ. എന്തായാലും മരിക്കാൻ പോകുകയാണല്ലോ, ഒന്ന് പോയിരിക്കാം. ഈ പെൺകുട്ടി വന്നു, മുൻഭാഗത്തിരുന്നു. പാട്ട് കഴിഞ്ഞതിന് ശേഷം ചാടിച്ചാകാം. പാട്ട് കഴിഞ്ഞു, ആരാധന കഴിഞ്ഞു, സാക്ഷ്യം കഴിഞ്ഞു, പ്രസംഗം കഴിഞ്ഞു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നേരത്തെ മുൻപിൽ വന്നു, മുട്ടുമടക്കി തൻ്റെ സാക്ഷ്യം പറഞ്ഞു. ബഹുമാനപ്പെട്ട അപ്പച്ചൻ പറഞ്ഞതോ, ആ വ്യക്തി ഒരു ഉത്തമ വിശ്വാസിയായി ജീവിച്ചു. ഇന്നോ കൃപയിൽ നിൽക്കുന്നുവോ, അക്കരെ നാട്ടിൽ പോയെന്നറിയുന്നില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ദൈവമക്കൾക്ക് സമാധാനമുണ്ടോ? നിങ്ങൾ തൻ ക്ലേശങ്ങളേതാകിലും, പാപമോ രോഗമോ മറ്റെന്താകിലും, നിങ്ങൾ തൻ ക്ലേശങ്ങളേതാകിലും, പാപമോ രോഗമോ
ഭാരത്തോടെ കടന്നു വരൂ. ക്ലേശങ്ങൾ നീക്കുമവൻ അധ്വാനിക്കും സ്നേഹിതരേ, ഭാരം ചുമപ്പവരേ, അധ്വാനിക്കും സ്നേഹിതരേ. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നീ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ജീവിതം പോലും അവസാനിപ്പിക്കാം എന്നുള്ള ചിന്തയോടുകൂടെ ആയിരിക്കാം ദൂരത്തും ചാരത്തുമായി ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്നതോ. എന്നാൽ ഞങ്ങൾക്ക് ദൈവം ഉറപ്പ് നൽകിയെങ്കിൽ ആ സമാധാനം, ആ സ്വസ്ഥത, ആ സന്തോഷം, ആ സൗഖ്യം ഇതോ ദേശമേ, ദേശനിവാസികളെ, നിങ്ങൾക്കും അനുഭവിക്കാൻ കഴിയും. ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ ആ രാജ്യത്തിന്, വ്യക്തിക്കോ സമാധാനമുണ്ടോ, സന്തോഷമുണ്ടോ? യേശു നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, നീ മരിക്കേണ്ട. സ്തോത്രം. തൃശ്ശൂരിലായിരിക്കുമ്പോൾ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു. മറ്റൊരു സമുദായത്തിലെ ഒരു വ്യക്തിയാണ്. താനുമായി പരിചയപ്പെട്ടു. 1-2 പ്രാവശ്യം ആരാധനയ്ക്ക് വേണ്ടി കടന്നു വന്നു. ഒരു ദിവസം തൻ്റെ കുടുംബം ഒരു 10-80 ലക്ഷത്തിലധികം കടത്തിൽ കൂടെ പോകുകയാണ്. ഒരു ദിവസം രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിച്ചു, വിളിക്കണം. വിളിച്ച ഉടനെ കൃപയാൽ ആത്മാവിൽ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. പിറ്റേ ദിവസം ആരാധനയ്ക്ക് വന്നപ്പോൾ താൻ പറയുകയാണ്, ഇന്നലെ രാത്രി ഞാൻ എൻ്റെ ഭാര്യയുടെ കഴുത്തിൽ കത്തി വെച്ചു. ഞാനും മരിക്കാൻ വേണ്ടി കത്തി എൻ്റെ കഴുത്തിൽ വെച്ചു. അനേകരുടെ പ്രാർത്ഥന എന്നെ, എൻ്റെ കുടുംബത്തെ വെടിവെച്ചു. ഇന്ന് കൃപയാൽ ആ വ്യക്തി നമ്മുടെ ഈ കൂട്ടായ്മയിൽ ജീവിക്കുകയാണ്. ആകയാൽ നാം അനുഭവിക്കുന്ന ഈ സമാധാനം, ഈ സ്വസ്ഥത, ഈ സന്തോഷം അനേകർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ കൂടിവരവോ അതിന് മുഖാന്തരമായി, കാരണമായി തീരട്ടെ. ദൈവരാജ്യം സമാധാനമാണോ, സന്തോഷമാണോ, പരിശുദ്ധാത്മാവിൽ ആനന്ദമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായി, ഈ ആത്മീക രാജ്യത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് അധികാരമുള്ള രാജ്യമാണ്. ദൈവമക്കൾക്ക് ചില അധികാരങ്ങൾ കർത്താവ് നൽകിയിട്ടുണ്ടോ? സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യഹൂദന്മാരുടെ ഇടയിൽ അന്ന് പിശാചിനെ പാമ്പായും പിശാചിന്റെ ഗണങ്ങളെ, ദൂതന്മാരെ തേളുകളായും അവർ സങ്കല്പിച്ചൊരു കാലമായിരുന്നു. ഇന്നും അങ്ങനെയാണോ? യേശു പറഞ്ഞു, ഞാൻ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. ഈ ഇളകുന്ന രാജ്യത്തിൽ യേശു നമുക്ക് അധികാരം നൽകിയിട്ടുണ്ടോ? എന്തിനു വേണ്ടി? പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ. ഒരു സ്ഥലത്ത് ഒരു വിശ്വാസി, ഒരു കുടുംബത്തിലെ പിതാവ് നമ്മുടെ ശുശ്രൂഷകനെ ഭവനത്തിലേക്ക് വിളിച്ചു. വേഗത്തിൽ വരണമെന്ന് പറഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ കണ്ട കാഴ്ച, ഒത്തിരി പേരോ ഭവനത്തിലുണ്ടോ, മുറ്റത്തും അകത്തുമായിട്ട് നിൽപ്പുണ്ട്. ഒരു പടിക്കെട്ടിൽ വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം തിളച്ചു മറിയുകയാണ്. ഉടനെ ഇലക്ട്രീഷ്യനെ വിളിക്കാൻ പറഞ്ഞു. ഇലക്ട്രീഷ്യനെ വിളിച്ചു. അവിടെയെല്ലാം പല ഭാഗത്തൊട്ട് നോക്കി, പക്ഷേ എങ്ങ് എർത്ത് കാണുന്നില്ല. ഉടനെ ആ വീട് കൊടുത്ത വ്യക്തിയെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, അത് നിങ്ങൾ കൂടുതൽ ചെയ്യൊന്നും വേണ്ട, നിങ്ങളുടെ പള്ളിയിലെ അച്ഛനെയൊക്കെ വിളിച്ചെന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഫ്രിഡ്ജ് തുറന്നു, ഐസ് വെള്ളം കൊണ്ടുവന്നു ഈ പടിക്കെട്ടിൽ ഒഴിച്ചു. അവിടെ മാത്രം തിളച്ചു മറിയുകയാണ്. ഇങ്ങനെ ആ കാഴ്ച കാണുമ്പോൾ ശുശ്രൂഷകന് ഈ വാഗ്ദത്തം ദൈവം കൊടുത്തു.
പാമ്പുകളെ തേളുകളെ ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം നൽകിയിരിക്കുന്നു. അത്ഭുതമെന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആത്മാവിൽ നിറഞ്ഞോ ഈ വാഗ്ദത്തങ്ങളെ ഉരുവിട്ട് ചവിട്ടിയപ്പോൾ തിളച്ചു മറിഞ്ഞ ആ പടിക്കെട്ടോ ഐസ് പോലെ കൈവച്ച് നോക്കിയപ്പോൾ ഐസ് പോലെ മാറ്റപ്പെടുകയായിരുന്നു. എങ്ങനെയാണ് ഈ അധികാരം ദൈവം നൽകിയതോ? ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ദൈവത്തിന്റെ വ്യാപാര ശക്തിയാൽ ഈ പാമ്പുകളെ തേളുകളെ ചവിട്ടുവാൻ അധികാരം നൽകിയിരിക്കുന്നു. 3-ന്റെ 21-ാമത്തെ വാക്യം വായിക്കാം. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. താഴ്ചയുള്ള ശരീരത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ അന്ധകാര ശക്തിയിന്മേൽ ജയമെടുപ്പോ ദൈവം കൃപ നൽകിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ രാത്രികാലം ആത്മീക രാജ്യമേ, പാമ്പിന്റെ തേളിന്റെ പോരാട്ടങ്ങളാൽ ഒരുപക്ഷെ നീ ഭാരപ്പെട്ടായി കടന്നു വന്നിരിക്കുന്നതോ, നമുക്കൊരു അധികാരമുണ്ടോ? യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇതിനെ ചവിട്ടുക ദൈവത്തിൻ്റെ അധികാരമാകുന്നു. ഈ അധികാരത്തെ നാം തിരിച്ചറിയുന്നവരായിരിക്കണം. ആഫ്രിക്കൻ നാട്ടിൽ സിംഹങ്ങൾ ഇരപിടിക്കുന്ന ഒരു വിഷയം ഒരു ദൈവദാസൻ ഒരു പുസ്തകത്തിൽ എഴുതി. ഞാനിത് വായിക്കുകയുണ്ടായി. ആഫ്രിക്കൻ നാട്ടിൽ സിംഹങ്ങൾ ഇരപിടിക്കുന്ന ഒരു രംഗം അതെന്നെ ഒത്തിരി ചിന്തിപ്പിക്കുകയുണ്ടായി. സ്തോത്രം. 2 ഗ്രൂപ്പായിട്ടാണ് ഇരപിടിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, കിഴക്കു നിന്നും പടിഞ്ഞാറോട്ടാണ് കാറ്റ് വരുന്നുവെങ്കിൽ ഈ സിംഹങ്ങൾ, സിംഹക്കുട്ടികൾ പടിഞ്ഞാറ് വശത്ത് വന്ന് പതിയെ കിടക്കും. കിഴക്ക് വശത്ത് പോയാൽ അതിൻ്റെ ആ സ്മെല്ലും ഒക്കെ ഈ കാറ്റ് കൊണ്ടുവരും. അപ്പോൾ മാനാണോ കാട്ടുപോത്താണോ കാളയാണോ ഓടിപ്പോകും. അതുകൊണ്ട് ഈ ബാലസിംഹങ്ങൾ കാറ്റിൻ്റെ നേരെ എതിർഭാഗത്ത് വന്ന് പതുങ്ങിക്കിടക്കും. അതിന് പകരം കാറ്റ് വരുന്ന ദിശയിൽ പല്ലുകൊഴിഞ്ഞ, കാഴ്ച നഷ്ടപ്പെട്ട, കേൾവി നഷ്ടപ്പെട്ട, ഓടാൻ ശക്തിയില്ലാത്ത ഈ സിംഹങ്ങൾ മറുഭാഗത്ത് പോകും. അതവിടെ കിടന്ന് അലറുമ്പോൾ ഈ അലർച്ച കേട്ടുകൊണ്ട് ബുദ്ധിയില്ലാത്ത ഇരകൾ നേരെ തിരിഞ്ഞോടും. ഈ ബാലസിംഹത്തിൻ്റെ മുൻപിൽ വന്ന് ചാടും, അതിനെ കടിച്ചു കീറും. എന്നാൽ അതിനേക്കാൾ ബുദ്ധിയുള്ള ഇരകളുണ്ടോ? എന്താണെന്നറിയാമോ ചെയ്യുന്നതോ? എവിടെയാണ് ഗർജനം കേൾക്കുന്നതോ, എവിടെയാണോ സ്മെല്ല് വരുന്നതോ അവർ ആ ഭാഗത്തേക്ക് ഓടും. കാരണം അവർക്കറിയാം, കാഴ്ചയില്ലാത്ത സിംഹമാണോ, കേൾവി നഷ്ടപ്പെട്ട സിംഹമാണോ, ഓടാൻ തരമില്ലാത്ത സിംഹമാകുന്നു, അവിടേക്കോടും. ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ ഒരിക്കൽ ടി.യു. തോമസ് അഭിപ്രായം പറയുകയുണ്ടായി. യെശയ്യാവിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവരൊക്കെയും നീയും ഞങ്ങളെ പോലെ ബലഹീനനായോ, നീ ബലഹീനനായോ. വായിക്കണമേ. അവരൊക്കെയും നിന്നോട് നീയും ഞങ്ങളെ പോലെ ബലഹീനനായോ, നീയും ഞങ്ങൾക്ക് തുല്യനായി തീർന്നുവോ? നീ ഞങ്ങളെ പോലെ ബലഹീനനായോ? ബുദ്ധിയുള്ള മൃഗം ആ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് ഓടും. അവനറിയാം, എൻ്റെ ശത്രുവിന് എന്നെ പിടിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ ഈ രാത്രികാലം നമുക്ക് ധൈര്യത്തോടെ യോശുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 24-ഉം 25 വാക്യങ്ങൾ വായിക്കുമ്പോൾ യോശുവ ജനത്തോട് പറയുന്നു, നിങ്ങൾ ധൈര്യപ്പെട്ട് വന്നു ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ കാൽ വെപ്പീൻ. ഈ കഴുത്തിൽ കാൽ വെപ്പീൻ. 24-ഉം 25-ഉം വാക്യങ്ങൾ വായിക്കാം. രാജാക്കന്മാരെ യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യോശുവ ഇസ്രായേൽ പുരുഷന്മാരെ ഒക്കെയും വിളിപ്പിച്ച് തന്നോടുകൂടെ പോയ പടജനത്തിന്റെ അധിപന്മാരോട് അടുത്ത് വന്ന് ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ കാൽ വെപ്പിനെന്ന് പറഞ്ഞു.
അവർ അടുത്തു ചെന്നു അവരുടെ കഴുത്തിൽ കാൽ വെച്ചു. യോശുവ കർത്താവിന് നിഴലാകുന്നു. ഈ ആരാധനയിൽ യേശു നമ്മോട് പറയുന്നു, നിന്റെ ആത്മീക ശത്രുവിന്റെ കഴുത്തിൽ കാൽ വെക്കുവാൻ ഞാൻ നിനക്ക് അധികാരം നൽകിയിരിക്കുന്നു. ചാലക്കുടിയിൽ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ ഒരു കടയിൽ RCM കടയിൽ കടന്നു പോവുകയുണ്ടായി. ഞാൻ ഈ വിഷയം ഒരു ആരാധനയ്ക്ക് മണ്ണൂരിൽ പങ്കുവെച്ചു. അവിടെ ചെന്നപ്പോൾ സായിബാബായുടെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കടയുടെ ഉടമസ്ഥൻ ഞങ്ങളെ കണ്ട് സഹോദരിമാരുണ്ട് ചോദിച്ചു, നിങ്ങൾ ഏത് ഗ്രൂപ്പിൽപ്പെട്ടതാണ്? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ TPM-കാരാണെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞ ആ വിഷയം എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചു. എന്താണെന്നറിയാമോ? ഞങ്ങൾ ധ്യാനിക്കുവാൻ വേണ്ടി വരുമ്പോൾ, ഞങ്ങൾ കൂടി വരുമ്പോൾ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയാറുണ്ടോ? നിങ്ങൾ കൈയടിക്കുന്നതും, നിങ്ങൾ ശക്തിയോടെ വാതുറന്ന് പ്രാർത്ഥിക്കുന്നതും, നിങ്ങൾ പാട്ടുപാടുന്നതും, നിങ്ങൾ സന്തോഷിക്കുന്നതും അവർക്ക് ഒരു വലിയ സമാധാനമാണെന്നോ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയുവാറുണ്ടോ? ഒരു സത്യസായി ഭക്തൻ പറയുകയാകുന്നു, ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ഒന്ന് അടച്ചു, നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടച്ചു. ഈ ഇളകുന്ന രാജ്യത്തിൽ, ആത്മീക രാജ്യമേ, ദൈവത്താൽ അധികാരം പ്രാപിച്ച രാജ്യമേ, നീ ഭവനത്തിൽ നിന്ന് കടന്നു വന്നപ്പോൾ ഏതൊക്കെ വിഷയങ്ങളാൽ നീ ഭാരപ്പെട്ടു, നിരാശയോടെ ദുഃഖത്തോടെ കടന്നു വന്നു? രോഗമായിരിക്കാം, പൈശാചിക പോരാട്ടങ്ങളായിരിക്കാം, ആഭിചാര ബന്ധനങ്ങളായിരിക്കാം, സാത്താന്റെ ശക്തിയുടെ ഇരുട്ടിന്റെ പോരാട്ടങ്ങളായിരിക്കാം, ഏതുമാകട്ടെ നിനക്കൊരു അധികാരമുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അന്യഭാഷ നമുക്ക് ഈ രാത്രികാലം പാമ്പുകളെ, തേളുകളെ ചവിട്ടി ജയമെടുത്തവരായി മടങ്ങിപ്പോകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം, നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം, നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ അധികാരമുള്ളവരെ ശക്തിയോടെ പാടി ആരാധിക്കാം. നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം, നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം, നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം, നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിലുള്ള വിഷയം TU തോമസ് അപ്പത്തിന് എടുത്തു പറഞ്ഞു. അവരൊക്കെയും നിന്നോട്, നീ ബലഹീനനാണോ? യേശുവിന്റെ രക്തത്തിന്റെ മുൻപിൽ, യേശുവിന്റെ വചനത്തിന്റെ മുൻപിൽ, പരിശുദ്ധാത്മാവിന്റെ മുൻപിൽ ആ ശക്തി ബലഹീന ശക്തിയാണ്. വിശ്വസിക്കുന്നുവോ? വീണ്ടും ദൈവത്തെ സ്തുതിച്ചാട്ടാം. ഹല്ലേലൂയ. മൗനമായിരിക്കല്ലേ, മൗനമായിരിക്കല്ലേ. അവൻ ബലഹീനനാകുന്നു, ബലഹീനനാകുന്നു. നീ കട്ടപ്പെട്ടവനായി വന്നിരിക്കാം, നീ നിരാശയോടെ വന്നിരിക്കാം, നീ രോഗിയായി വന്നിരിക്കാം, നീ ഭയത്തോടെ വന്നിരിക്കാം. അവൻ ബലഹീനനാണോ? നിനക്ക് അധികാരമുണ്ടോ? ശക്തിയുണ്ടോ? ധീരബലക്കഥന, സ്ഥിരം ധീരബലക്കഥന. കൃപ, 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 കൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ധീരബലക്കഥന, സംധീരബലം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജയം, 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 ജയം.
കൃപ 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 ദിരബലകഫന സിരം ധിരബലോ ദിഹലബല സംഭിരോ. ഹല്ലേലൂയ. കൃപയാൽ എനിക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞ ഒരു സംഭവം ദയവായി ഓർപ്പിക്കട്ടെ. ഒരു സ്ഥലത്ത് കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ ആ ദേശത്തിലെ ചില പൈശാചിക പോരാട്ട ശക്തികൾ എനിക്ക് മുൻപേ ഇരുന്നവരെയും പലരെയും അത് അവരെ ബുദ്ധിമുട്ടിച്ചു, വളരെ ഭാരപ്പെട്ടു. എനിക്കെതിരെ ആ ശക്തി മുഴുവലത്തോടെ പ്രവർത്തിച്ചു. ശരീരത്തിന് സൗഖ്യമില്ല, മറ്റ് പല പല പ്രയാസങ്ങൾ, പോരാട്ടങ്ങൾ. ഞാൻ പ്രാർത്ഥിച്ചു ഇരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, അടുത്ത കാത്തിരിപ്പ് യോഗത്തിന് നീ കോളാമ്പിയിൽ കൂടെ മുദ്രാവാക്യം വിളിക്കണം. യേശുവിൻ നാമം വിജയിക്കട്ടെ, സാത്താന്യ കോട്ടകൾ തകരട്ടെ. സാധാരണ കാത്തിരിപ്പ് കൂട്ടത്തിന് ആരും വിളിക്കാറില്ലല്ലോ, സൺഡേ സ്കൂളിനോ ജാഥയ്ക്കൊക്കെയാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ നാം മുദ്രാവാക്യം വിളിക്കുകയാണ്. കാരണം ദൈവം വെളിപ്പെടുത്തി ഏത് ഭാഗത്തു നിന്നാണ് ഇതിന് തുടക്കം, ആ ഭാഗത്തേക്ക് കോളാമ്പി തിരിച്ചു വെച്ചു. ഒരുമിച്ച് മുദ്രാവാക്യം വിളിച്ചു. മുദ്രാവാക്യത്തിൻ്റെ ഇടയിൽ പരിശുദ്ധാത്മാവിറങ്ങി. കൃപയാൽ അന്ന് ആ പോരാട്ടം, ആ ശക്തി പരാജയപ്പെട്ടു. ഞാൻ കൃപയാൽ ഇന്ന് സമാധാനത്തോടെ ഇരിക്കുന്നു. വിശ്വസിക്കുന്നുവോ? അല്പസമയം കൊണ്ട് നമ്മുടെ കണ്ണുകളെ അടച്ചോ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു നീ ബലവാനാണോ, അവൻ ബലഹീനനാകുന്നു, ബലഹീനനാകുന്നു. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ശക്തിക്കോ ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. കൃപ 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 കൃപ. യേശുവിന്റെ നാമം വിജയിക്കട്ടെ, സാത്താൻ കോട്ടകൾ തകരട്ടെ. ദൈവസഭയ്ക്ക് വിരോധമായി, കുടുംബങ്ങൾക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ പരാജയപ്പെടട്ടെ. നിനക്ക് അധികാരമുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ധിരബലകഫന ദിഹല സംഭിരബന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുന്നിലായി, നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം, നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുന്നിലായി, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുന്നിലായി, നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം, നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ, നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം, നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുന്നിലായി, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ, നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം, നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുന്നിലായി, തകർക്കുന്ന രാജരാജൻ നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം, നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം, നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം, നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം, നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ധിരബലകഫന ധിരബല സംഭിരോ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദിഹലബന സംഭിരബലകഫന ധിരബലകഫന. ഹല്ലേലൂയ ഹല്ലേലൂയ. ധിരബലസം ധിരബലകഫന. കൃപ ദൈവകൃപ 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 ദൈവകൃപ. ഹല്ലേലൂയ. ധിരബലകഫന ധിരബല. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, നീ ബലവാനാണ്. അവിടുത്തെ രക്തത്തിനും വചനത്തിനും ആത്മാവിനും ശക്തിയുണ്ടോ, അവൻ ബലഹീനനാകുന്നു. ബുദ്ധിയുള്ള ഇരകൾ പിന്തിരിഞ്ഞോടുകയല്ല, ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് ഓടുന്നു. കാരണം അവിടെ പതിയിരിക്കുന്നതോ ബലഹീനനാകുന്നു. ഈ ദിവസങ്ങളിൽ
ദൈവശക്തിയോടെ അധികാരത്തോടുകൂടെ നമുക്ക് മുൻപോട്ട് പോകുവാൻ അവിടുന്ന് കൃപ ചെയ്യട്ടെ. ഇതാണോ ഇളകുന്ന രാജ്യത്തിലുള്ള മൂന്നാമത്തെ രാജ്യം, ഇളക്കമില്ലാത്ത ഒരു ആത്മീക രാജ്യം. അവസാനമായി ഇളകാത്ത നിത്യരാജ്യം. നാലാമത്തെ വിഷയം, ഇളകാത്ത ഒരു നിത്യമായ രാജ്യമുണ്ട്. ആ രാജ്യം നാം കുറിവാക്യത്തിൽ വായിച്ചല്ലോ, ഈ കാണുന്ന സകല ചരാചരങ്ങളും അതിൻ്റെ സ്ഥാനം വിട്ടുമാറും. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, അത് ചുരുൾ പോലെ നീങ്ങിപ്പോകും. അതിനുശേഷം ഇളക്കമില്ലാത്ത ഒരു രാജ്യമുണ്ടോ? നമ്മുടെ ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് മാസ്റ്റർ യോഗം ആരംഭിച്ചപ്പോൾ പറയുകയുണ്ടായി, പുതിയ യെരൂശലേം സിയോൻ അത് ഇളക്കമില്ലാത്ത ഒരു നിത്യരാജ്യമാകുന്നു. ഒരു നിത്യതയുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ രാത്രികാലം ഞങ്ങളുടെ യോഗത്തിൽ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന പുതിയ ആത്മാക്കളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ചോദിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നല്ലവരായ ദേശനിവാസികളെ, ഈ ഇളകാത്ത രാജ്യത്തിനായി, നിത്യമായ രാജ്യത്തിനായി എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് നല്ല സന്ദർഭമായി കാണപ്പെടട്ടെ. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിരീശ്വരവാദികൾ, ദൈവമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദി പോലും വേദപുസ്തകത്തെ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ വിശ്വസിച്ചേ മതിയാകൂ, അങ്ങനെ ഒരു വാക്യമുണ്ടോ? 9-ന്റെ വാക്യം വായിക്കണം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ. ഏതൊരു നിരീശ്വരവാദിയായാലും ഈ വാക്യം അത് വിശ്വസിച്ചേ കഴിയുകയുള്ളൂ. ഒരിക്കൽ മരണമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ മരണമുണ്ടെങ്കിൽ അടുത്ത വാക്യവും വിശ്വസിച്ചേ മതിയാകൂ. ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ ആയുസ്സിൽ ഒരിക്കൽ അക്ബർ ചക്രവർത്തി തൻ്റെ രാജസദസ്സിൽ മന്ത്രിമാരോട് ചോദ്യം ചോദിച്ചു. ഒറ്റ വാക്കിൽ നിർത്തുന്ന അർത്ഥവത്തായൊരു പദം പറയാമോ? പല മന്ത്രിമാരും പല വാക്കുകൾ പറഞ്ഞു. പക്ഷേ അക്ബർ ചക്രവർത്തിക്ക് അത് ബോധ്യമായില്ല, തൃപ്തിയായില്ല. അവസാനം മന്ത്രി ബീർബൽ പറഞ്ഞു, മഹാരാജാവേ, ഈ സമയവും കടന്നു പോകും. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ സമയം കടന്നു പോകും. മരണം നിശ്ചയമാണ്, സമയം നിശ്ചയമല്ല. ആകയാൽ വചനം പറയുന്നു, ഒരിക്കൽ മരണമുണ്ടോ? മരണത്തിനു മുൻപേ നിന്റെ നിത്യതയെ നീ എവിടെ ചെലവഴിക്കും? നിത്യതയുണ്ടോ? ഒന്നുകിൽ നിത്യ നരകം, അല്ലെങ്കിൽ നിത്യമായ സ്വർഗം. ഇതിലേതെങ്കിലും ഒന്ന് ഉണ്ടോ? വചനം പറയുന്നു, പുരാണങ്ങൾ പറയുന്നു, ഉണ്ടോ? ആകയാൽ നിത്യത നാം എവിടെ ചിലവഴിക്കും? എന്താണ് നിത്യത? ഒരു രാജ്യത്തിൽ ഒരു രാജാവ്, ബുദ്ധിമാനായ രാജാവോ ബുദ്ധിമാന്മാരായ കുട്ടികളെ പരീക്ഷിക്കുവാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ചു. എന്താണ് നിത്യത? നിത്യതയുടെ ദൈർഘ്യം എന്താകുന്നു? ഈ ചോദ്യത്തിന് ഒരു കുട്ടി ഒരു മറുപടി ഇങ്ങനെ കൊടുക്കുകയുണ്ടായി. നിത്യത എന്ന് പറഞ്ഞാൽ, മഹാരാജാവേ, അങ്ങ് അകലത്ത് ഒരു രാജ്യത്ത് ഒരു വെള്ളിപ്പർവ്വതമുണ്ടോ? വെള്ളി കൊണ്ടുള്ള പർവ്വതമുണ്ടോ? 1000 വർഷം കൂടുമ്പോൾ ഒരു ചെറിയ പക്ഷി വന്നു ഈ വെള്ളിപ്പർവ്വതത്തിൽ അതിൻ്റെ ചുണ്ടൊന്ന് ഉരയ്ക്കും, വീണ്ടും പറന്നു പോകും. 1000 വർഷം കഴിയുമ്പോൾ വീണ്ടും ഈ പക്ഷി വന്ന് ഉരയ്ക്കും, വീണ്ടും പറന്നു പോകും. 1000 വർഷങ്ങൾ കൂടുമ്പോൾ വരും. ഇങ്ങനെ ഉരച്ച് എന്ന് ഈ പർവ്വതം ഇല്ലാതായി തീരുന്നുവോ, അതാണ് നിത്യതയിലെ ഒരംശമെന്ന് പറയുന്നത്. എന്നാൽ വചനം അങ്ങനെയല്ല. അവസാനമില്ല, നിത്യതയ്ക്ക് അവസാനമില്ല. നോക്കണം ആ ബാലന്റെ ബുദ്ധി. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഒരു നിത്യ
നിത്യതയുണ്ട്, ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ആകയാൽ മരണത്തിന് മുൻപേ നീ ചിന്തിക്കണം, ഞാൻ എവിടെയാണ് പോകേണ്ടതോ. അതുകൊണ്ടാകുന്നു കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതോ നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിനോ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നീ നിത്യതയെക്കുറിച്ച് ചിന്തിക്കണം. അതിനുവേണ്ടി നീ പ്രവർത്തിക്കണം. ഈ ശരീരം വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് മാറ്റം വരികയില്ല. അതിന് തെളിവ് നമുക്ക് കാണുവാൻ കഴിയും. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, വൃക്ഷം തെക്കോട്ടോ വടക്കോട്ടോ വീണ കിടത്തു തന്നെ കിടക്കും. 11-ന്റെ 3-ാമത്തെ വാക്യം വായിക്കാം. മേഘം വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നാൽ ഭൂമിയിൽ പെയ്യും, വൃക്ഷം തെക്കോട്ടോ വടക്കോട്ടോ വീണാൽ വീണെടുത്ത് തന്നെ കിടക്കും. വൃക്ഷം വീഴുന്നതിന് മുൻപേ നീ തീരുമാനിക്കണം, തെക്ക് വീഴണമോ വടക്ക് വീഴണമോ. കയറ് കെട്ടി അസുരക്ഷിതമായ സ്ഥാനത്തേക്ക് നീ വീഴ്ത്തണം. വൃക്ഷം വീണതിന് ശേഷം അത് വീണ സ്ഥലത്തു തന്നെ കിടക്കും. എത്രയോ ശരിയാണോ? ധനവാൻ പോയി യാതനാ സ്ഥലത്ത് വീണ സ്ഥലത്ത് തന്നെ കിടക്കുന്നു, അതിന് മാറ്റം വരികയില്ല. ലാസർ പോയി അബ്രഹാമിന്റെ മടിയിൽ വീണു, അവിടെ കിടക്കുന്നു. നീ ഈ ലോകം വിട്ടു പോയതിനു ശേഷം നിത്യതയ്ക്ക് മാറ്റം വരുത്തുവാൻ കഴിയുകയില്ല. ജീവനോടിരിക്കുമ്പോൾ ചിന്തിക്കണം, എവിടേക്കാണ് പോകേണ്ടതോ. ഈ രാത്രിക്കാലം ഞങ്ങളെ കേൾക്കുന്ന പ്രിയ മാന്യമിത്രമേ, ഒരു ദിവസം മരണമുണ്ട്. ഒരു നാൾ നാം ഈ ലോകം വിട്ടു പോകേണ്ടവരാണ്. അതിനു മുൻപേ നാം നമ്മുടെ ആയുസ്സിനെ കുറിച്ച് ചിന്തിക്കണം. നാം ഇപ്രകാരം ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം മുതൽ കാണുന്നു. യേശു ഉപമ പറയുകയാകുന്നു. ധനവാനായ ഒരു മനുഷ്യൻ തൻ്റെ കളപ്പുരകളൊക്കെ അത് പൊളിച്ചു വലുതാക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ ഒരു ചോദ്യം ദൈവം ചോദിച്ചു. അതിൻ്റെ 16-17 വാക്യങ്ങൾ, മൂഢ, നീ ഈ രാത്രി മരിച്ചാൽ നിന്റെ നിത്യത നീ എവിടെ ചെലവഴിക്കും? മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ ലോകം വിട്ടു പോകുന്നതിന് മുൻപേ നാം തീരുമാനിക്കണം നമ്മുടെ നിത്യത എവിടെയാകുന്നു, നാം എവിടെയാണ് ചെലവഴിക്കേണ്ടതോ. മരം വീണതിന് ശേഷം വ്യത്യാസം വരുത്താൻ കഴിയുകയില്ല. വീണ സ്ഥലത്തു തന്നെ കിടക്കും. ഈ രാത്രികാലം നമുക്ക് ചിന്തിക്കാം, ഞാൻ എവിടേക്കാണ് പോകേണ്ടതോ. 2 സ്ഥലമുണ്ടല്ലോ. ഒന്നാമത് നാം വചനത്തിൽ കാണുന്നു, നിത്യമായൊരു സിയോൻ, ഒരു പുതിയ യെരൂശലേമുണ്ട്. 1 പത്രോസിന്റെ ലേഖനം 2 പത്രോസ് 1-ന്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം വായിക്കണമേ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം എന്താണ് രാജ്യത്തിന്റെ പ്രത്യേകത? 1 പത്രോസ് 5-10 കാണുന്നു, തേജസ്സിനാൽ നിറയപ്പെട്ട രാജ്യമാണോ നിത്യമായൊരു രാജ്യം. എന്നാൽ രണ്ടാമത്തെ നിത്യത എന്ന് പറഞ്ഞാൽ നിത്യമായ ഒരു ദണ്ഡനമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 46-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിത്യമായൊരു ദണ്ഡനമുണ്ട്. 25-ന്റെ 46-ാം വാക്യം. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും. നിത്യമായൊരു ദണ്ഡനത്തിലേക്ക് പോകും. മരം വീഴുന്നതിന് മുൻപേ തീരുമാനിക്കണം ഏത് ഭാഗത്തേക്കാണ് ഇത് വീഴേണ്ടതോ. ആകയോ ഞങ്ങളെ കേൾക്കുന്ന നല്ലവരായ ദേശനിവാസികളെ, ഒരു നിത്യതയുണ്ടോ? നിത്യദണ്ഡനം, നിത്യമായ സന്തോഷമുണ്ട്. ആകയാൽ വചനം പറയുന്നു, ഇതാകുന്നു രക്ഷാദിവസം. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം.
വായിക്കാം. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. രക്ഷാദിവസം. ഇംഗ്ലണ്ടിൽ ഒരു എസ്റ്റേറ്റ് മുതലാളി മരണത്തോടടുത്ത് കിടക്കുമ്പോൾ ക്രിസ്ത്യാനിയായ വീട്ടുജോലിക്കാരൻ കിംപിനെ വിളിച്ച് ചോദിച്ചു, കിം, ഞാൻ മരിക്കാൻ എൻ്റെ സമയം അടുത്ത് വരികയാണോ? ഞാൻ പാപിയാണെന്ന് എൻ്റെ അന്തരാത്മാവിൽ ഒരു കുറ്റബോധമുണ്ടോ? എൻ്റെ പാപങ്ങൾ ക്ഷമിക്കും, ഞാൻ എന്ത് ചെയ്യണം? അതിനോ കിം കൊടുത്ത മറുപടി എങ്ങനെയാകുന്നു? യജമാനനേ, അവിടെ ഒരു പന്നിക്കൂടുണ്ടല്ലോ, ആ പന്നിക്കൂട്ടിലേക്ക് പോയി മുട്ടുമടക്കി ഞാൻ പാപിയാണെന്ന് സമ്മതിക്കുക. എന്നാൽ യജമാൻ അതങ്ങോട്ടോ ദഹിച്ചില്ല. വീണ്ടും ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ മനസ്സാക്ഷി എന്നെ കുറ്റം വിധിക്കുന്നല്ലോ. അപ്പോൾ വീണ്ടും കിം പറഞ്ഞു, അവിടെ പോയി അതേപോലെ ചെയ്യണം. അപ്പോൾ ഈ മുതലാളി പറഞ്ഞു, ശരിക്കും ഞാൻ അവിടെ പോയി മുട്ടുകുത്താം. എന്നാൽ ഉടനെ ഈ ജോലിക്കാരൻ പറഞ്ഞതോ, യജമാനനെ, താങ്കൾ അവിടേക്ക് പോകണ്ട. താങ്കൾ അങ്ങനെ തീരുമാനിച്ചപ്പോൾ തന്നെ അവിടെ പോയതായി ദൈവം ആമേൻ പറഞ്ഞു. ദൈവം ഒരു മനുഷ്യന്റെ ബുദ്ധിയല്ല നോക്കുന്നതോ. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവം നോക്കുന്നത് ഒരു മനുഷ്യന്റെ ബുദ്ധിയല്ല, ജ്ഞാനമല്ല, അറിവല്ലോ, ചുങ്കക്കാരനെ പോലെയുള്ള ഒരു തകർക്കപ്പെട്ട ഹൃദയം. പാപിയായ എന്നോട് കരുണ തോന്നണമേ. 18-ന്റെ 13-ാമത്തെ വാക്യം വായി. ചുങ്കക്കാരനോ ദൂരത്തു നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ പാപിയാകുന്നു എന്ന് സമ്മതിച്ചുകൊണ്ട് ആര് കുരിശിന്റെ അടുക്കിലേക്ക് വരുന്നുവോ, ദൈവം അവരെ അംഗീകരിപ്പാൻ പോകുന്നു, ദൈവരെ സ്വീകരിപ്പാൻ പോകുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഒന്നാമത്തെ പടി എന്ന് പറഞ്ഞാൽ മാനസാന്തരം എന്നുള്ളതാകുന്നു. മാനസാന്തരം. മാനസാന്തരം എന്ന വാക്കിൻ്റെ അർത്ഥം മെറ്റനോണിയ എന്നാണ് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത്. തിരിഞ്ഞു വരിക, മെറ്റനോണിയ. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? ഒരു കാലത്ത് ദൈവവും മനുഷ്യനും തമ്മിൽ മുഖാമുഖമായി ജീവിച്ചവരായിരുന്നു. എന്നാൽ പിശാചിൻ്റെ ആ വാക്കുകൾ കേട്ടു, ഈ മനുഷ്യൻ മുഖം തിരിഞ്ഞു. ഇപ്പോൾ മനുഷ്യനും പിശാചും തമ്മിൽ അഭിമുഖമായിരിക്കുകയാണ്. അങ്ങനെയുള്ള മനുഷ്യ, നീ ദൈവത്തിൻ്റെ ആ ദൈവത്തിൽ നിന്നും പല സ്റ്റെപ്പുകൾ, പല പടിക്കെട്ടുകൾ നീ ഇറങ്ങി താഴോട്ട് പോയി. ആകയാൽ നീ ദൈവത്തോടൊപ്പം വരുവാൻ നീ ഇറങ്ങിപ്പോയ പടിക്കെട്ടിൽ നിന്നും കയറി മുകളിലേക്ക് വരേണം. നീ വരേണ്ട ഒന്നാമത്തെ പടിക്കെട്ടെന്ന് പറഞ്ഞാൽ മാനസാന്തരമാകുന്നു. മാനസാന്തരമാകുന്നു. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം നിന്നോട് കൽപ്പിക്കുന്നു. നീ ഇറങ്ങിപ്പോയ പടിക്കെട്ടിൽ കയറി വരിക. ഒന്നാമത്തെ പടിക്കെട്ടോ മാനസാന്തരമാകുന്നു. 17-ന്റെ 30-ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുവാൻ മനുഷ്യരോട് കൽപ്പിക്കുന്നു. ഒരു പ്രസംഗകൻ പറഞ്ഞ ഒരു ഉദാഹരണം എൻ്റെ മനസ്സിലേക്ക് വരികയാകുന്നു. ഒരു ജഡ്ജി തൻ്റെ മകൻ്റെയോ മകളുടെയോ വിവാഹത്തിനോ ചുറ്റുപാടും വീടുകളിലൊക്കെ പോയി ക്ഷണക്കത്ത് കൊടുത്തു. ഇന്ന ദിവസം ഇത്രാം തീയതി എൻ്റെ മകൻ്റെ മകളുടെ വിവാഹമാണ്, വരണം. എന്നാൽ ഒരു വ്യക്തിക്ക് സംബന്ധിക്കാൻ കഴിഞ്ഞില്ല. താനോ ക്ഷമ ചോദിച്ചുകൊണ്ടോ ജഡ്ജിയുടെ ഭവനത്തിലേക്ക് ചെന്നു. സാർ ക്ഷമിക്കണം, അന്ന് വരാൻ കഴിഞ്ഞില്ല. കുഴപ്പമില്ല. എന്നാൽ അതേ ജഡ്ജി ഒരു സമൻസ് അയച്ചു കഴിഞ്ഞാൽ അവിടെ സോറി, ക്ഷമ കൊണ്ടു നിൽക്കുകയില്ല.
എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം അപേക്ഷിക്കുന്നു എന്നല്ല, ദൈവം കൽപ്പിക്കുന്നു. ദൈവത്തിന്റെ ജനമേ, ദേശനിവാസികളെ, ഒരു നിത്യതയുണ്ടോ? നീ മാനസാന്തരപ്പെടണം. ദൈവം നിന്നോട് കൽപ്പിക്കുന്നു, നീ മടങ്ങി വരികോ, നീ മടങ്ങി വരികോ. 2 പത്രോസ് 3:9 വാക്യത്തിൽ കാണുന്നു, ആരും നശിച്ചു പോകാതിരിക്കുവാൻ നീ മടങ്ങി വരേണം, നീ മാനസാന്തരപ്പെടേണം. മർക്കോസ് 16:16 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. മാനസാന്തരത്തിൻ്റെ ഒന്നാമത്തെ ആ അനുഭവമാണ് വിശ്വസിക്കുക. ദൈവമേ, ഞാൻ നിന്നെ അവിശ്വസിച്ചു, ഞാൻ പാമ്പിൻ്റെ വാക്ക് കേട്ടു, ഞാൻ പുറംതിരിഞ്ഞു പോയി, ഞാനിതാ അങ്ങയുടെ വാക്കുകൾ വിശ്വസിക്കുന്നു. തിരിഞ്ഞു വരുമ്പോൾ വിശ്വാസം നമ്മെ ആ മാനസാന്തരത്തിന് അനുഭവത്തിൽ കൊണ്ടുവരുന്നു. ഇതാണോ ഈ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താകുന്നു? നീ ഇപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കയറി. രണ്ടാമത്തെ സ്റ്റെപ്പ്, നീ ജലസ്നാനമെടുക്കണം. വിശ്വസിച്ച് മാത്രം പോരാ. നാം ഇവിടെ കണ്ടല്ലോ, മർക്കോസ് 16:16 കാൽവരി ക്രൂശിൽ മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ വെള്ളമാകുന്ന കല്ലറയിൽ തൃത്വനാമത്തിൽ കുഴിച്ചിടേണം. മരിച്ചു അടക്കം ചെയ്യപ്പെട്ടു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, കൊട്ടാരക്കരയിൽ വേലയ്ക്ക് വന്ന സമയത്ത് അവിടെ വീട്ടിൽ നിന്നും അന്ന് ഫോണൊന്നുമില്ല. ഫോൺ വലിയ സന്തോഷമാണ്. ഒരു ദിവസം അപ്പച്ചന്മാരോ എന്നെ ഫോൺ എടുക്കാൻ വേണ്ടി ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ട് പോയി. ഫിലിപ്പ് അപ്പച്ചനും ജോസഫ് അപ്പച്ചനൊക്കെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുകയാണ്. ഞാനിങ്ങനെ സിറ്റൗട്ടിലിരിക്കുന്നു. ഫോൺ വരുമ്പോൾ ശരം വിട്ട വേഗത്തിലാണോ ചാടിപ്പോയി ഫോൺ എടുക്കും. ഒരു ദിവസം ഒരാൾ വിളിച്ചു, കൊട്ടാരക്കര സെൻട്രൽ ഫെയ്ത്തോബല്ലേ? അതെ, ഞാൻ ഇന്നലെ മരിച്ചു, നാളെ എൻ്റെ അടക്കമാണ് എല്ലാവരും പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു 3/4 ജീവനും പോയി. ദൈവമേ, പ്രേതം വല്ലതുമാണ്. ഇന്നലെ മരിച്ച ആളാണോ? ഞാൻ ഇന്നലെ മരിച്ചു, നാളെ അടക്കമാണ് എല്ലാവരും വരണം. കഴിഞ്ഞ മാസം അറിഞ്ഞു, ഇതുവരെയും മരിച്ചിട്ടില്ല. സ്നാനമെന്ന് പറയുമ്പോൾ റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ കാണുന്നു, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത്. അപ്പോൾ വിശ്വസിച്ചു, മാനസാന്തരപ്പെട്ടു. മരിച്ച വ്യക്തിയെ, പാപസംബന്ധമായി മരിച്ച വ്യക്തിയെ വെള്ളമാകുന്ന കല്ലറയിൽ തൃത്വനാമത്തിൽ കുഴിച്ചിടേണം. പാപസംബന്ധമായി മരിച്ചു. ഇപ്പോൾ ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവത്രേ. നമുക്കറിയാം, ഒരു പഴയ പാട്ട് KC വർഗീസ് അപ്പച്ചൻ ബാംഗ്ലൂർ സെൻട്രലിൽ വെച്ച് ഒരു മനോഹരമായ പാട്ട് എഴുതി. ഇനി ഞാനല്ല യേശുവത്രേ എന്നിൽ ജീവിക്കുന്നു. അപ്പച്ചൻ ഈ പാട്ട് എഴുതി പാടുമ്പോൾ ഒരു കൊച്ചുകുട്ടി അപ്പച്ചൻ്റെ മുൻപിലിരിക്കുകയാണോ? അപ്പോൾ അപ്പച്ചൻ പാടുന്നു, ഞാനല്ല. ഒരു കുട്ടി ചോദിച്ചു, പിന്നെ ആരാ അപ്പച്ചൻ? അപ്പച്ചനിലേക്ക് പിന്നെ ആരാ? അതെ, സ്നാനമെന്ന് പറഞ്ഞാൽ ക്രൂശിൽ മരിച്ചു. ഞാൻ എൻ്റെ പഴയ സ്വഭാവങ്ങളെ മരിപ്പിച്ചു. ഗലാത്യർ 2:20 ഇനി ഞാനല്ല, ക്രിസ്തുവത്രേ ജീവിക്കുന്നു. ഞാനല്ല, ഇനി ജീവിക്കുന്നത് ഞാനല്ല. യേശുവത്രേ എന്നിൽ ജീവിക്കുന്നു. അപ്പോൾ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് 2-ാമത്തെ പടി ജലസ്നാനം. പാപസംബന്ധമായി മരിച്ചോ അടക്കം ചെയ്യപ്പെടുക, ഇതാണ് 2-ാമത്തെ യോഗ്യത. 3-ാമത്തെ സ്റ്റെപ്പിലേക്ക് വരണം.
നീ രണ്ടാമത്തെ പടിയിലേക്ക് വന്നു. അതുകൊണ്ട് തീർന്നില്ല. ക്രിസ്തുവിൻ്റെ സമ്പൂർണതയാകുന്ന ആ പ്രായത്തിലേക്ക് വരുവാൻ, അളവിലേക്ക് വരുവാൻ നീ മൂന്നാമത്തെ പടിയിലേക്ക് വരണം. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നീ സ്നാനപ്പെട്ടു, ശരിയാണ്, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ല എങ്കിൽ, നീ പരിശുദ്ധാത്മാവിനാൽ ജനിക്കുന്നില്ല എങ്കിൽ 4-5 വാക്യങ്ങൾ ദയവായി വായിക്കണം. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. അപ്പോൾ അടക്കം ചെയ്യപ്പെട്ടാൽ മാത്രം പോരാ, വെള്ളത്തിൽ നിന്നും പൊങ്ങി വരുന്നു. എന്തിനു വേണ്ടിയാണോ? ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ജനിക്കുന്ന വ്യക്തി മൂന്നാമത്തെ പടിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് അനേക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ കഴിയും. പരിശുദ്ധാത്മാവിനാൽ അനേക നന്മകൾ അനുഭവിപ്പാൻ കഴിയും. പലർക്കും ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു വെളിപ്പാട് എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഞാൻ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ വിവാഹ നിശ്ചയത്തിനോ, ഞാനിരുന്ന സഭയിലാണോ നിയുക്ത വരൻ, ഞാൻ പറഞ്ഞു, മോനെ, നിന്നോട് ചിലപ്പോൾ സന്ദർഭത്തിൽ ചോദിക്കും, അഭിഷേകം പ്രാപിച്ചോ? ദൈവം പറയുകയാണോ, ആത്മാവ് നിറഞ്ഞ് കാണിക്കണോ? കാണിക്കുന്നു വേണ്ട, ചോദിച്ചാൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആത്മാവ് നിറഞ്ഞ് കാണിക്കണം. അപ്പോൾ അടക്കം ചെയ്യപ്പെട്ടാൽ മാത്രം പോരാ, ഉയർത്തെഴുന്നേറ്റ് വരണം. എന്തിനു വേണ്ടിയാണോ? ഉയർത്തെഴുന്നേൽക്കുന്ന വ്യക്തിയുടെ പുറത്ത് ദൈവം ഒരു സ്റ്റാമ്പ് വെക്കും. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒരു സ്റ്റാമ്പ് വെക്കുക. UK പോകുന്നവർക്ക്, അമേരിക്കയിലേക്ക് പോകുന്നവർക്ക് അവിടെ ചെല്ലാനുള്ള യോഗ്യതകൾ ആയി എന്നുള്ളതായി ഒരു മുദ്ര വയ്ക്കാറുണ്ടോ? അതിൻ്റെ പേരാണോ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്ര വെച്ചിരിക്കുന്നു. വായിക്കണമേ, 1-ന്റെ-14-ാമത്തെ വാക്യം വായി. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മുദ്രയിട്ടിരിക്കുന്നു. ഒരു സ്റ്റാമ്പ് വെച്ചിരിക്കുക. ഞാനൊരു പുസ്തകത്തിൽ ഇപ്രകാരമാണ് വായിച്ചത്, പിശാചിന് നമ്മിൽ കാലുകുത്താൻ ഇടം കൊടുക്കരുത്. താൻ പറഞ്ഞ ഒരു വെളിപ്പാട് എങ്ങനെയാണോ, ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ എല്ലാ ഭാഗത്തും ഈ സീൽ വെച്ചാൽ ഈ സീലുള്ള സ്ഥലത്തോ അവന് കാലുകുത്താൻ കഴിയുകയില്ല. അപ്പോൾ മൂന്നാമത്തെ പടിക്കെട്ടെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാകുന്നു. എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം? ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ഈ പരിശുദ്ധാത്മാവിനാൽ ആത്മാവിന്റെ ഫലം വെളിപ്പെടുത്തണം. ആത്മാവിന്റെ ഫലമോ വായിച്ചാട്ടോ. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ആത്മാവിന്റെ ഫലം കായ്ക്കുവാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. മാത്രമല്ല, ഈ മർത്യമായ ശരീരത്തെ ജീവിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന്. ഇപ്പോൾ 3 പടിക്കെട്ടിൽ കയറി ഇറങ്ങിപ്പോയ പടിക്കെട്ട്, 1 മാനസാന്തരത്തിൽ വന്നു, 2 സ്നാനത്തിലേക്ക് വന്നു, 3 പരിശുദ്ധാത്മാവിലേക്ക് വന്നു. ഇനിയും കയറാനുണ്ടോ? 4-ാമത്തെ പടിക്കെട്ട് എന്താകുന്നു? നമുക്കൊരു പഠനം ആവശ്യമായിരിക്കുന്നു. അത് ആരിൽ കൂടെയാണ് പഠിക്കേണ്ടത്? അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോകുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് കൊണ്ട് മാത്രമായി പഠനം ആവശ്യമാണോ? അപ്പോസ്തലന്മാരാൽ നമുക്കൊരു വളർച്ചയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു അപ്പോസ്തലനുണ്ടല്ലോ. 1-ാമത്തെ അപ്പോസ്തലൻ ആരാകുന്നു?
എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു നമ്മുടെ അപ്പോസ്തലനാകുന്നു, അവനെ ശ്രദ്ധിച്ചു നോക്കേണ്ട അപ്പോസ്തലൻ. 3-ന്റെ 1-ാമത്തെ വാക്യം വായിക്കാം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശു അപ്പോസ്തലനാണോ ഇന്ന് പിതാവിന്റെ വലഭാഗത്ത് നമുക്ക് വേണ്ടി ജീവിക്കുന്നു, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. രണ്ടാമതായി ദൈവം ഈ ഭൂമിയിൽ അപ്പോസ്തലന്മാരെ നൽകിയിട്ടുണ്ടോ? 2 കൊരിന്ത്യർ 5-ന്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഞങ്ങൾ ക്രിസ്തുവിന് പകരം സ്ഥാനാപതികളായി പറയുന്നു, നിരന്നുകൊള്ളുവീൻ, നിരന്നുകൊള്ളുവീൻ. ഈ ഭൂമിയിൽ അപ്പോസ്തലന്മാരുണ്ടോ? ഈ പറവന്നൂർ പ്രദേശത്ത് അപ്പോസ്തലന്മാരുണ്ടോ? അപ്പോസ്തലിക കൂട്ടായ്മയുണ്ടോ? ഇവിടെ ഉപദേശമുണ്ടോ? ഇവിടെ കടന്നു വന്നാൽ കൊലോസ്യർ 1:28 കാണുന്നു, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുന്ന ഉപദേശമുണ്ടോ? ഈ ഉപദേശത്താൽ നമുക്ക് വളർച്ച പ്രാപിപ്പാൻ കഴിയും. ഇങ്ങനെ നാം വളർന്നു 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 മുൻപോട്ട് വരുമ്പോൾ എഫേസ്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ കാണുന്നു, തികഞ്ഞ പുരുഷത്വം സമ്പൂർണതയാകുന്ന പ്രായത്തിന്റെ അളവോ. 4-ന്റെ 12-ാമത്തെ വാക്യം വായിക്കും. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവോ. അപ്പോൾ നീ പല പടിക്കെട്ടുകൾ ഇറങ്ങിപ്പോയി, നീ കയറി 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 അവസാനം വരുന്നതോ സമ്പൂർണതയാകുന്ന ആ പ്രായത്തിന്റെ അളവിലേക്കാകുന്നു. അവരാണ് ഏത് മനുഷ്യരും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കപ്പെട്ട വിശുദ്ധന്മാർ. അവർക്കൊരു പ്രത്യാശയുണ്ടോ? അവർക്കൊരു പ്രത്യാശയുണ്ടോ? എന്താണ് ആ പ്രത്യാശ എന്ന് പറയുന്നത്? ആ പ്രത്യാശ പ്രിയനെനിക്കെനിയേകും ദിനമൊക്കെയും ഉയർത്തിയിടാം സുവിശേഷ കൊടി മണ്ണിൽ. പ്രിയനെനിക്കെനിയേകും ദിനമൊക്കെയും ഉയർത്തിയിടാം സുവിശേഷ കൊടി മണ്ണിൽ. ഇളക്കമില്ലാത്ത നാട്ടിൽ വസിച്ചിടുവാൻ, ഇളക്കമില്ലാത്ത നാട്ടിൽ വസിച്ചിടുവാൻ ഇടുക്കമാണെൻ മണാളൻ വന്നാൽ മതി, ഇടുക്കമാണെൻ മണാളൻ വന്നാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. പരൻ ശില്പിയായി പണിയ നഗരമതിൽ, പരൻ ശില്പിയായി പണിയ നഗരമതിൽ പരനോടു കൂടെ വാഴാൻ പോയാൽ മതി, പരനോടു കൂടെ വാഴാൻ പോയാൽ മതി. ഇളക്കമില്ലാത്തൊരു രാജ്യമുണ്ടോ? ഈ ലോകം ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ആരോ ഈ ദർശനത്തോടെ വെളിപ്പാടോടുകൂടെ മുൻപോട്ട് പോകുന്നുവോ, അവർ കാഹളം ധരിക്കുമ്പോൾ രൂപാന്തര ശരീരം പ്രാപിച്ചോ നിത്യമായ രാജ്യത്തിലേക്ക് പോകുവാൻ കാലമെടുത്തുപോയി. നമ്മുടെ കണ്ണുകളെ അല്പനേരം അടയ്ക്കാം. സൗഖ്യമുണ്ടെങ്കിൽ നമ്മുടെ മുട്ടുകളെ ഒരു നിമിഷം അടക്കാം. സ്തോത്രം. നാം ഇളകുന്ന രാജ്യത്തിൽ അധികാരം പ്രാപിച്ച ഇളക്കമില്ലാത്ത ആത്മീക രാജ്യങ്ങളാണല്ലോ. നമുക്ക് ധൈര്യത്തോടെ പറയാം, നമ്മുടെ കുറിവാക്കുന്ന പ്രകാരമാണ് വായിച്ചത്. നന്ദിയുള്ളവരായി ഭയത്തോടും ഭക്തിയോടും കൂടെ സേവ ചെയ്യുക. കർത്താവേ, നിന്റെ ഒരു കാലത്തോ നാശകരമായ കുഴിയിലും കുടച്ചേട്ടിലുമായിരുന്നു, അവിടെ തന്നെ കോരിയെടുത്തു, ക്രിസ്തേശുവാകുന്ന പാറമേൽ കൊണ്ടുവന്നു, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി, എൻ്റെ വായിൽ പുതിയ പാട്ട് കർത്താവ് തന്നു. എന്നെ കർത്താവ് അപ്പോസ്തലന്മാരുടെ ഇടയിൽ എന്നെ കൊണ്ടുവന്നല്ലോ. കർത്താവേ, എനിതിനൊന്നും അർഹനല്ല, യോഗ്യനല്ല. എൻ്റെ കർത്താവിൻ്റെ മഹാകരുണയൊന്ന് മാത്രമാണ്.
എന്നോടൊന്ന് അധ്വാനിക്കുന്ന ഭർത്താവായി തീരലേ നാഥ. എനിക്കൊരു വെളിപ്പാടുണ്ടോ? ഇളക്കമില്ലാത്തൊരു രാജ്യത്തെ യേശു എനിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആകയാൽ നന്ദിയുള്ളവരായി ഭയത്തോടും ഭക്തിയോടും ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ നമുക്കൊരു നിമിഷം അടച്ചു, സൗഖ്യമുണ്ടെങ്കിൽ മുട്ടുകളെ മടക്കി നന്ദിയുള്ളവരായി സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം, നമ്മുടെ കർത്താവിനെ ആരാധിക്കാം, ദൈവത്തിൽ സന്തോഷിക്കാം, അന്യഭാഷയിൽ സംസാരിക്കാം. ആരും മൗനമായിരിക്കല്ലേ, അധികാരത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടോ. ആരും മൗനമായിരിക്കല്ലേ, ദൈവത്തെ സ്തുതിക്കണമേ. നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിക്കാം. യേശു വരാറായി, യേശു വരാറായി. കാഹളം ധരിപ്പാൻ കാലമെടുത്തുപോയി. കൃപ 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 കൃപ. കർത്താവേ, ഏഴയ്ക്ക് ഭാഗ്യം നൽകിയല്ലോ, ഈ ഭാഗ്യം നൽകിയല്ലോ നാഥ. നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിപ്പാൻ വചനം സംസാരിക്കുന്നല്ലോ കർത്താവേ. കൃപ കൃപ കൃപ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദിരബലകഥന സംധിരബലകഥന. കൃപ 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 കൃപ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരും മൗനമായിരിക്കല്ലേ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണ്, ക്ഷണഭങ്കുരമാകുന്നു. ഒരു നാൾ ലോകം വിട്ടുപോകുവാനുള്ളവരാകുന്നു. നമ്മുടെ യേശു വരാറായി, കാഹളം ധനിക്കാറായി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കൃപ 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 കൃപ. ദിലബന്റെ സംഭീരബലകഥന ദിഹലബന്റെ സംഭീരബലകഥന. കൃപ 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 കൃപ. അധികാരം പ്രാപിച്ച രാജ്യമേ, അധികാരം പ്രാപിച്ച രാജ്യമേ, പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ച് മടങ്ങിപ്പോകും. ദൈവകൃപ 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 ദൈവകൃപ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മൗനമായിരിക്കല്ലേ. Hallelujah. 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 ദിരബലകപ്തനി സംധിരബലകപ്തന ദിരബലകപ്തന. ഇളകിടാത്ത രാജ്യം നാം പ്രാപിച്ചിടുവാൻ ഭയഭക്തിയോടെ യേശുവെ സേവിച്ചിടാം. സ്വർഗ്ഗപുരം നമുക്ക് സ്വന്തമേ. ഇളകിടാത്ത രാജ്യം നാം പ്രാപിച്ചിടുവാൻ ഭയഭക്തിയോടെ യേശുവെ സേവിച്ചിടാം. സ്വർഗ്ഗപുരം നമുക്ക് സ്വന്തമേ. ഇളകിടാത്ത രാജ്യം പ്രാപിച്ചിടുവാൻ ഭയഭക്തിയോടെ യേശുവെ സേവിച്ചിടാം. സ്വർഗ്ഗപുരം നമുക്ക് സ്വന്തമേ. ഇളകിടാത്ത രാജ്യം പ്രാപിച്ചിടുവാൻ ഭയഭക്തിയോടെ യേശുവെ സേവിച്ചിടാം. സ്വർഗ്ഗപുരം നമുക്ക് സ്വന്തമേ. ഇളകിടാത്ത രാജ്യം പ്രാപിച്ചിടുവാൻ ഭയഭക്തിയോടെ യേശുവെ സേവിച്ചിടാം. സ്വർഗ്ഗപുരം നമുക്ക് സ്വന്തമേ. ഇളകിടാത്ത രാജ്യം പ്രാപിച്ചിടുവാൻ ഭയഭക്തിയോടെ യേശുവെ സേവിച്ചിടാം. സ്വർഗ്ഗപുരം നമുക്ക് സ്വന്തമേ. ഇളകിടാത്ത രാജ്യം പ്രാപിച്ചിടുവാൻ ഭയഭക്തിയോടെ യേശുവെ സേവിച്ചിടാം. സ്വർഗ്ഗപുരം നമുക്ക് സ്വന്തമേ. ഇളകിടാത്ത രാജ്യം പ്രാപിച്ചിടുവാൻ ഭയഭക്തിയോടെ യേശുവെ സേവിച്ചിടാം. സ്വർഗ്ഗപുരം നമുക്ക് സ്വന്തമേ. Amen, amen, amen. Hallelujah, 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 hallelujah. सभी खड़ा दिलाम धीरे रे बाडला का धीरे भी गड़ा दिलाम धीरा वालिया. Hallelujah, amen. Hallelujah. അതെ, 4 രാജ്യങ്ങളെക്കുറിച്ച് നാം ഇന്നലെയൊന്നുമായിട്ട് കേൾക്കുകയുണ്ടായി. ഒന്നാമത്തത് അതേ ഏദേൻ പർദീസ, ആ ഏദേന്യ അനുഭവം. നഷ്ടപ്പെട്ട ആ ഏദേന്യ അനുഭവം വീണ്ടും നൽകുവാനായിട്ട് കർത്താവായ യേശു ലോകത്തിലേക്ക് വന്നു. മനുഷ്യൻ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നൽകി. അതാകുന്നു സുവിശേഷം, ആ നിർമ്മലമായ സുവിശേഷം, ആ തികവിൻ്റെ സുവിശേഷം, ആ തേജസ്സിൻ്റെ സുവിശേഷമാണ് ഇന്നലെയൊന്നുമായിട്ട് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നാം പ്രത്യാശയുള്ളവരായി തീരാം. ലോകത്തിലുള്ള മനുഷ്യൻ ഇന്നും ആ മറിയുന്നതായ സാത്താന്യ രാജ്യത്തിലായിരിക്കുമ്പോൾ ഇളകാത്ത ആത്മീയ രാജ്യത്തിൽ നാം വന്നു ചേർന്നിരിക്കുന്നു എന്ന് നാം ചിന്തിച്ചത് കർത്താവായ യേശു ലോകത്തിൽ വന്ന് സ്ഥാപിച്ചതായ ഐഹികമല്ലാത്ത ആത്മീക രാജ്യത്തെക്കുറിച്ചാണ്. കൃപയാൽ
അതേ, നമുക്കും ആത്മീയ രാജ്യത്തിനുള്ളിൽ വരുവാൻ ഭാഗ്യം ലഭിച്ചു. മനസാന്തരത്തിലൂടെ, വിശ്വാസനാനത്തിലൂടെ, പരിശുദ്ധാത്മാഭിഷേകത്തിലൂടെ, അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലൂടെ, ജയജീവിതത്തിലൂടെ നാം ഇന്ന് ആ ഇളകാത്ത ആത്മീയ രാജ്യത്തിലായിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ രാജ്യത്തിൽ അതേ നീതിയുണ്ട്, സമാധാനമുണ്ട്, പരിശുദ്ധാത്മാവിലെ സന്തോഷമുണ്ട്. ഈ രാജ്യത്തിൽ അധികാരമുണ്ട്. ശത്രുവിൻ്റെ സകല ബലത്തെ ചവിട്ടിക്കളയുവാനുള്ള അധികാരം. ആ അധികാരം ഉപയോഗിക്കുന്നവർക്ക് ജയാളികളായി തീരാൻ കഴിയും. ലോകം ജഡ സാത്താനെ ജയിക്കുവാൻ അധികാരം ഉപയോഗിക്കുന്ന ദൈവമക്കൾ ജയാളികളാകും. ഇല്ലാത്തവർ പരാജയപ്പെടും. അതുകൊണ്ട് ആ അധികാരം നമുക്ക് ഉപയോഗിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ ബലത്തെ, നിനക്കെതിരായി വരുന്നതായ മരണത്തിൻ്റെ ശക്തിയെയും മരണകരമല്ലാത്ത പാപത്തിൻ്റെ ശക്തിയെയും മരണകരമായ പാപത്തിൻ്റെ ശക്തിയെ എല്ലാം ജയിച്ച്, പാമ്പിൻ്റെ ശക്തിയെ, തേളിൻ്റെ ശക്തിയെ ജയിച്ച് ചവിട്ടി മെതിച്ചുകൊണ്ട് ജയാളിയായി തീരുവാനാണ് ഈ ക്രിസ്ത്യ ജീവിതം. അതെ, 70 ഏറിയ 80 എത്ര നാൾ നമുക്ക് ലഭിക്കുന്ന അറിഞ്ഞുകൂടാ. ചുരുങ്ങിയ കാലഘട്ടം, ഈ ശരീരത്തിരിക്കുന്ന കാലഘട്ടം നാം ഈ ആത്മീയ രാജ്യത്തിൽ വന്നിട്ട് ആ നിത്യമായ ഇളകാത്ത പിതാവിൻ്റെ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കണം. വിശുദ്ധന്മാരുടെ രാജ്യമാകുന്ന നഷ്ടപ്പെട്ട ഏതൊരു അനുഭവമാകുന്ന 1000 ആണ്ട് വാഴ്ചയിൽ നാം ജയാളികളായി വാഴുവാൻ ഇപ്പോൾ നമുക്ക് ലോകജയുടെ സാത്താനെ ജയിക്കുന്നതിനായി തീരാം. ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടി ഭരിക്കുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി ഞാനും നിങ്ങളും നമ്മളെല്ലാവരും പ്രാപിച്ചിട്ട് വേണം ഇവിടുന്ന് കടന്നു പോകുവാൻ. ഒരു പ്രസംഗം കേട്ടിട്ട് ആ നല്ല പ്രസംഗമെന്ന് പറഞ്ഞിട്ട് പോവുകയല്ല. ആ ദൈവത്തിന്റെ സ്തോത്രം, ആ ശക്തി പ്രാപിച്ചിട്ട് നമുക്ക് കടന്നു പോകാനില്ല. അവരെ സമർപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവയുധവർഗം ധരിച്ച തൻ വൃതഗണങ്ങൾ ശത്രുവിൻ ശക്തിയെ ജയിച്ചിടും. സാത്താനാകശത്രുവിൻ മിന്നൽ പോലെ വീഴുന്നു, അവനെ കാൽ കീഴെ ചതച്ചിടാം. സാത്താനാകശത്രുവിൻ മിന്നൽ പോലെ വീഴുന്നു, അവനെ കാൽ കീഴെ ചതച്ചിടാം. സർവ്വയൂഥവർഗം ധരിച്ച തൻ വൃതഗണങ്ങൾ ശക്തിയെ ജയിച്ചിടാം. സാത്താനാകശത്രുവിൻ മിന്നൽ പോലെ വീഴുന്നു, അവനെ കാൽ കീഴെ ചതച്ചിടാം. സാത്താനാകശത്രുവിൻ മിന്നൽ പോലെ വീഴുന്നു, അവനെ കാൽ കീഴെ ചതച്ചിടാം. സർവ്വയൂഥവർഗം ധരിച്ച ശത്രുവിൻ ശക്തിയെ ജയിച്ചിടും. അധികാരത്തെ ഉപയോഗിക്കാം. ജീവിതത്തില് ഈ ഒരു അധികാരമുള്ള ജയിക്കാൻ അധികാരമുള്ള ഒരു പടയാളിയായി മാറ്റപ്പെട്ടിരിക്കുന്നു. പാതാള ഗോപുരങ്ങൾ തകരുക, പാതാള തടുകുക, പാതാള ഗോപുരങ്ങൾ തകരുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ, സമ്പൂർണ്ണമായ പ്രായത്തിന്റെ അളവിലേക്ക് വളരുന്ന ജയം പ്രാപിച്ച സഭയ്ക്കാണ് ഈ അധികാരം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുവാനുള്ള അധികാരം. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിഗടബദല ഹൗഡാദല ബഹാരാദല ശരംധര ധീരാനവഗ ധിരാനവംഗദല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. കനാനെ അവകാശമാക്കുവാൻ ഇസ്രായേലിനെ 7 ജാതികളെയും 31 രാജാക്കന്മാരെയും ജയിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതെ, നമുക്കെതിരായി പോരാടുന്നതായ എല്ലാവിധമായ അന്ധകാരസകളെയും ജയിച്ച് നാം ജയാളികളായി തീരും. ദൈവം വെറുക്കുന്ന, ദൈവത്തിന് അറപ്പാകുന്നതായ 7 ജാതികൾ, 7 സ്വഭാവങ്ങൾ: ഗർവമുള്ള കണ്ണ്, വ്യാജമുള്ള നാവ്, കുറ്റമില്ലാത്ത രക്തം ചുരു കൈ, ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുന്ന കാല്, സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്ന ഇങ്ങനെയുള്ളതായ സ്വഭാവങ്ങളെ നാം ജയിക്കണം. ദൈവം വെറുക്കുന്ന 7 കാര്യങ്ങൾ, അതെ, ജയിക്കുവാൻ, ജയജീവിതം ചെയ്യുവാൻ നമുക്ക് ഈ ജീവിതം തന്നിരിക്കുകയാണ്. നമ്മൾ ദൈവം വെറുക്കുന്ന ജാതികളുടെ 7 ജാതികളെ ജയിച്ചവർ കനാനെ അവകാശമാക്കാൻ പോവുകയാണ്. 31 രാജാക്കന്മാർ, അതെ, അവരുടെ പേരുകൾ എഴുതിയിരിക്കുകയാണ്. അതേ, ആ യുദ്ധത്തിൽ പിടിച്ചതായ രാജാക്കന്മാരുടെ
കഴുത്തിൽ കാൽ വയ്ക്കുവാനായിട്ട് യോശുവ അരുളി ചെയ്യുകയാണ്. ദൈവമക്കളെ, നല്ല യേശുവാകുന്ന യോശുവ ഇന്ന് എന്നോട് നിങ്ങളോട് പറയുകയാണ്, ഈ രാജ്യങ്ങളെ രാജാക്കന്മാരുടെ കഴുത്തിൽ നിങ്ങളുടെ കാൽ വയ്ക്കുവാൻ, പാമ്പുകളെ തേളുകളെ ഈ ലോകത്തിന്റെ സകല ദുഷ്ട അധികാരത്തെ ചവിട്ടി പിടിക്കുന്ന അധികാരം ദൈവത്തിന് തിരുസഭയ്ക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. എല്ലാവരും ആ ദൈവശക്തി പ്രാപിക്കുക, അധികാരത്തോടെ ജയമെടുക്കുക. അത് തന്നെ ബലഹീനപ്പെടുന്ന ഏത് ശക്തിയായാലും, രോഗമായാലും, ജഡസ്വഭാവങ്ങളായാലും, പാതാളത്തിന്റെ ശക്തിയായാലും, ലോകസ്നേഹമായാലും, ഏത് ശക്തിയായാലും കാലെടുത്ത് അതിന് കഴുത്തിൽ വയ്ക്കുക. ഈശ്വരാർഹായ്. നഷ്ടപ്പെട്ട ഏതെന്നെ അനുഭവം ഭൂമിയിൽ സ്ഥാപിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. വിശുദ്ധന്മാരുടെ രാജ്യത്തിൽ വാഴാൻ പോകുന്നു. പ്രത്യാശയുടെ ആത്മശക്തിയാൽ പറന്നു പോകാൻ ഒരുങ്ങിക്കൊള്ളുക. ശത്രു നിന്റെ കാൽക്കീഴാകുന്നു. സകലവും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ശക്തിയാൽ മണവാട്ടി അതേ രൂപാന്തരം പ്രാപിച്ച് പറന്നു പോകാൻ പോകുന്നു. ആ ശക്തി ഇതാ സഭയ്ക്ക്, മണവാട്ടി സഭയ്ക്ക് ദൈവം നൽകുന്നു. വൈക്കുവീൻ പാദങ്ങളെ പെയ്ക്കളിൻ ഗളങ്ങളിൽ, വൈക്കുവീൻ പാദങ്ങളെ പെയ്ക്കളിൻ ഗളങ്ങളിൽ, തോൽക്കയെന്ന യേശുവിന്റെ മാർഗമല്ല ദുർഗണം, തോൽക്കയെന്ന യേശുവിന്റെ മാർഗമല്ല ദുർഗണം. ആർത്തിടുവീൻ മഹാഘോഷമായി, ഹല്ലേലൂയ. ആർത്തിടുവീൻ മഹാഘോഷമായി, ഹല്ലേലൂയ. വൈക്കുവീൻ പാദങ്ങളെ പെയ്ക്കളിൻ ഗളങ്ങളിൽ, വൈക്കുവീൻ പാദങ്ങളെ പെയ്ക്കളിൻ ഗളങ്ങളിൽ, തോൽക്കയെന്ന യേശുവിന്റെ മാർഗമല്ല ദുർഗണം, തോൽക്കയെന്ന യേശുവിന്റെ മാർഗമല്ല ദുർഗണം. ആർത്തിടുവീൻ മഹാഘോഷമായി, ഹല്ലേലൂയ. ആർത്തിടുവീൻ മഹാഘോഷമായി, ഹല്ലേലൂയ. വൈക്കുവീൻ പാദങ്ങളെ പെയ്ക്കളിൻ ഗളങ്ങളിൽ, വൈക്കുവീൻ പാദങ്ങളെ പെയ്ക്കളിൻ ഗളങ്ങളിൽ, തോൽക്കയെന്ന യേശുവിന്റെ മാർഗമല്ല ദുർഗണം, തോൽക്കയെന്ന യേശുവിന്റെ മാർഗമല്ല ദുർഗണം. ആർക്കയെന്ന യേശുവിന്റെ മാർഗമല്ല ദുർഗണം, തോൽക്കയെന്ന യേശുവിന്റെ മാർഗമല്ല ദുർഗണം, തോൽക്കയെന്ന യേശുവിന്റെ മാർഗമല്ല ദുർഗണം. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ ദൈവം ഭക്തങ്ങളെ വിശ്വസ്തനാണ്. അവനള്ളി ചെയ്ത് നിവൃത്തിയാക്കുന്ന ദൈവമാണ്. അവൻ നമ്മെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ദൈവമല്ല. അതേ, സഭ പണിയും, ഞാൻ എൻ്റെ സഭ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കില്ല എന്നുള്ള കർത്താവ് അതേ തൻ്റെ വാഗ്ദത്തം നിറവേറ്റുവാൻ ശക്തനായി ഈ സമാപന യോഗത്തിൽ തന്നെ മുഴുമഹിമയോടെ വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതേ, നമുക്ക് ഇനിയുള്ള സമയം അതേ ഈ ദൈവത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്താൻ വേണ്ടിയുള്ള സമയം മാത്രമേ ഉള്ളൂ. അതേ, നമ്മുടെ രൂപാന്തരത്തിനുള്ള സമയം മാത്രമേ ഉള്ളൂ. നമ്മുടെ തീരുമാനങ്ങളെ പുതുക്കുക, ആദ്യ സ്നേഹത്തിലേക്ക്, ആദ്യ വിശ്വാസത്തിലേക്ക്, ആദ്യ പുരുഷനിലേക്ക് മടങ്ങി വരാൻ അവസാന സമയമാണ്. ലോക സംഭവങ്ങൾ നോക്കുക, പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ നോക്കുക. നമുക്ക് ഇനി ഇവിടെ ഒരു വലിയ ഭാവി പ്രതീക്ഷിക്കാനില്ല. അതായത് നമ്മുടെ ഭാവി കർത്താവ് നിർണയിച്ചിരിക്കുകയാണ്. അതെ, ആകയാൽ ഈ സമാപന യോഗം ആത്മശക്തിയോടെ പ്രത്യാശയോടുകൂടെ അത് സമാപിക്കണം. എല്ലാവർക്കും ദൈവസേന ഒരു അല്പ സമയം എഴുന്നേറ്റ് നിന്ന് അതേ നമ്മുടെ അവസാനം എന്തായിത്തീരും. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം, ദൈവസ്ഥനിൽ എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ഭാവി എന്തായിത്തീരും, നല്ല നിശ്ചയമുണ്ടായിരിക്കണം. എൻ്റെ കർത്താവിനോടുകൂടെ വിശുദ്ധന്മാരുടെ രാജ്യത്തിൽ ഈ ഇളകുന്ന രാജ്യത്തിനെല്ലാം മാറ്റം വന്നിട്ട് ഇളകാത്തൊരു രാജ്യം സ്ഥാപിക്കുമ്പോൾ, ഏതെന്നെ അനുഭവീയ ഭൂമിയെ സ്ഥാപിക്കപ്പെടുമ്പോൾ ഞാൻ യേശുവോടുകൂടെ മണവാട്ടിയായി വാഴാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നമുക്കെതിരായി വരുന്ന എല്ലാ ഇളകുന്ന രാജ്യത്തിലെ ദുഷ്ടശക്തികളെയും ജയിക്കുവാനുള്ള അഭിഷേക അധികാരം ഇന്ന് രാത്രി ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. നാം ഇപ്പോൾ പാടിയ പാട്ടിനടി വീണ്ടും പാടിയിട്ട് അതേ നമ്മുടെ ശത്രുക്കളെ
സാത്താനെ വേഗത്തിൽ കൽക്കീഴാക്കി ചതച്ചുകളെന്നുള്ള വാക്തത്വം ദൈവം തന്റെ സഭയ്ക്ക് നൽകിയത് ഇന്ന് ദൈവം പുനലൂർ സഭയ്ക്ക് നൽകുകയാണ്. അതേ ലോക്കൽ സഭകൾക്ക് നൽകുകയാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാ ശുശ്രൂഷകർക്ക് നൽകുകയാണ്. എല്ലാ ദൈവമക്കൾ നൽകുകയാണ്. എല്ലാവരും അത് പ്രാപിച്ചു കൊള്ളാം. ആ പാട്ടിൻ്റെ അടി വീണ്ടും പാടിയിട്ട് ഈ വാക്തത്വത്തെ നമുക്ക് പ്രാപിക്കാം. സ്വർഗത്തിൽ മുഴുകയും കേൾക്കുന്ന ആ ശബ്ദം അതെ ഇവിടെ തന്നെ മുഴങ്ങട്ടെ. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പെരുവെള്ളത്തിന് രക്ഷൽ പോലെ ഹല്ലേലൂയ ആഘോഷം മുഴക്കുവാൻ ജയാളികളായി തീരാം. വയ്ക്കുവിൻ പാദങ്ങളെ വയ്ക്കുവിൻ ഗളങ്ങളിൽ, വയ്ക്കുവിൻ പാദങ്ങളെ വയ്ക്കുവിൻ ഗളങ്ങളിൽ, ഓർക്കുകയെന്ന യേശുവിന്റെ മാർഗമല്ലതോർക്കണം, ഓർക്കുകയെന്ന യേശുവിന്റെ മാർഗമല്ലതോർക്കണം. ആർത്തിടുവിൻ മഹാഘോഷമായി ഹല്ലേലൂയ, ആർത്തിടുവിൻ മഹാഘോഷമായി ഹല്ലേലൂയ. വയ്ക്കുവിൻ പാദങ്ങളെ വയ്ക്കുവിൻ ഗളങ്ങളിൽ, വയ്ക്കുവിൻ പാദങ്ങളെ വയ്ക്കുവിൻ ഗളങ്ങളിൽ, ഓർക്കുകയെന്ന യേശുവിന്റെ മാർഗമല്ലതോർക്കണം, ഓർക്കുകയെന്ന യേശുവിന്റെ മാർഗമല്ലതോർക്കണം. ആർത്തിടുവിൻ മഹാഘോഷമായി ഹല്ലേലൂയ, ആർത്തിടുവിൻ മഹാഘോഷമായി ഹല്ലേലൂയ. വയ്ക്കുവിൻ പാദങ്ങളെ വയ്ക്കുവിൻ ഗളങ്ങളിൽ, വയ്ക്കുവിൻ പാദങ്ങളെ വയ്ക്കുവിൻ ഗളങ്ങളിൽ, ഓർക്കുകയെന്ന യേശുവിന്റെ മാർഗമല്ലതോർക്കണം, ഓർക്കുകയെന്ന യേശുവിന്റെ മാർഗമല്ലതോർക്കണം. ആർത്തിടുവിൻ മഹാഘോഷമായി ഹല്ലേലൂയ, 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 യേശുവിനെ തൊട്ടുകൊണ്ടിരിക്കുന്നു. അഭിഷേകത്താൽ നിറയുന്ന ശക്തി സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു, വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഓ ജഡത്തിന് ബലഹീനതകളെ മാറുന്നു ആത്മശക്തിയാൽ ആത്മഫലങ്ങളാൽ. ഓ ദൈവപുത്രന്മാർ വെളിപ്പെടുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജയം ജയം ജയം. ശരീരത്തെ വിട്ടുകൊടുത്ത് ആമേ പാദം ഉയരട്ടെ. സാത്താനെ ചവിട്ടി മരിക്കുന്നതായ പാദം ഉണ്ടാകട്ടെ. നിനക്ക് ഒരു അഭിഷേകം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജയം 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 ജയം. ഓ ഗദഗദല ഗദല ഗദഗദല ഗദല. ഹല്ലേലൂയ. സാത്താനാകാശത്ത് നിന്ന് മിന്നൽ പോലെ വീഴുന്നു, അവനേക്കാൾ കീഴെ ചതച്ചിടാം. 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 മണവാട്ടി സഭയ്ക്കുള്ളതാണ്. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. വിശ്വാസത്തോടെ എല്ലാ സാധാരണ ഓ ചവിട്ടി മണിക്കുവാൻ പല തിരുസഭയ്ക്ക് അധികാരം. ഓ അധികാരം ശിലാടലക തിരികിട ബദലക ദലവൻ ക്ഷീരബലക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ ആമേൻ ഹല്ലേലൂയ.
വാഗ്ദാനം വാക്കുമാറാത്ത വിശ്വസ്തനായ കർത്താവ് മുഴുമഹിമയോടെ സ്വർഗീയ സൈന്യമായി ഇറങ്ങി വന്ന ഈ സമാപന യോഗത്തെ അനുഗ്രഹമായി നടത്തിയതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. എല്ലാവരും സ്തോത്രം ചെയ്താട്ടാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്തോത്രത്തിൻ്റെ ശബ്ദത്താൽ എല്ലാ എരിഹ കോട്ടകളെ തകർന്ന് വീഴും. ആ ശബ്ദമോനിടയ്ക്കൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്ര 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 സ്തോത്രം. ആത്മാവിൽ പാടി ആരാധിപ്പാൻ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്ര സ്തോത്ര സ്തോത്രം. അനുഗ്രഹിക്കട്ടെ അനുഭവമുള്ള ഒരു സാക്ഷ്യം നമുക്ക് തന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഒരിക്കലും അവൻ്റെ ശബ്ദം ഭൂമി ഇളക്കി, അവൻ്റെ ശബ്ദം ആകാശവും ഭൂമി ഇളക്കും. ഇളകാത്ത രാജ്യം പ്രാപിക്കേണ്ടതിന് നാം നന്ദിയുള്ളവരായി കർത്താവിനെ ഭയത്തോടും ഭക്തിയോടും കൂടെ സേവിക്കണം വചനത്തിലൂടെ ഇന്ന് രാത്രി നമ്മോട് അരുളിച്ചതിനാൽ സ്തോത്രം ചെയ്യാം. ആമേ. ഇളകാത്ത ആത്മീയ രാജ്യത്തെക്കുറിച്ചും പിതാവിൻ്റെ നിത്യമായ ഇളകാത്ത സ്വർഗരാജ്യത്തെക്കുറിച്ചും നിത്യ നരകത്തെക്കുറിച്ചും എല്ലാം സവിസ്തരമായ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്ര 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 സ്തോത്രം. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അറിയിപ്പാൻ ദാസനെ പുതിയ വിഷയത്താൽ ശക്തിയാൽ കൃപയാലും നിറച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇനി അധികമായ സൗഖ്യം ബലവും കൃപയും അഭിഷേകം നൽകി അനേകർക്ക് പ്രയോജനമാക്കാനായും സ്തോത്രം. സ്തോത്ര സ്തോത്ര സ്തോത്രം. ഈ 2 ദിവസ യോഗങ്ങൾ നടത്തുവാൻ അനുകൂലമായ സാഹചര്യങ്ങൾ നമുക്ക് തന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്ര 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 സ്തോത്രം സ്തോത്രം. ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തുവാൻ മനോഹരമായ പന്തൽ ക്രമീകരണം ഭരണകൂടങ്ങളെ ഭരണകർത്താക്കളെ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. സുവിശേഷം അറിയിക്കുന്ന വാതിലടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പേ നമുക്കൊരവസരം തന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. സന്തുഷ്ടന ഹൃദയമുള്ളവൻ നിത്യോത്സവം. ഈ രക്ഷയുടെ സന്തോഷം ആത്മസന്തോഷം പ്രാപിച്ച് ആ നിത്യോത്സവം കൊണ്ടാടുവാൻ കർത്താവായ യേശു നമുക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. ഈ മഹാസന്തോഷത്തിലേക്ക് ഈ നിത്യോത്സവത്തിലേക്ക് ഇനി അനേകരതയും കൊണ്ടുവരുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. നാം പ്രാപിച്ച അനുഗ്രഹത്തിനുള്ള നാളിൽ നിലനിൽക്കാനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. കൂലിയും പ്രതിഫലമായി യേശു വരുമ്പോൾ നാം ഒന്നിച്ച് പ്രതിഫലം പ്രായപ്പാൻ ദേശോടവനും നിൽക്കാൻ സമർപ്പിച്ച സ്തോത്രം ചെയ്യാം. ആമേ. സ്തോത്രം സ്തോത്രം. എല്ലാ മാനവും മഹത്വവും കർത്താവിന് അർപ്പിച്ച സ്തോത്രം 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 സ്തോത്രം. പിതാവായ ദൈവത്തിന് സ്തോത്രം സ്തോത്രം. പുത്രനായ ദൈവത്തിന് സ്തോത്രം സ്തോത്രം. പരിശുദ്ധമാവാൻ ദൈവത്തിന് സ്തോത്രം സ്തോത്രം. കർത്താവേഗം നമ്മെ ചേർത്ത് കൊള്ളേണ്ടതിനായി സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. നിങ്ങളുടെ എല്ലാ ദൈവയ്ക്കും കരുണയ്ക്കും മനസ്സലിവിനായി സ്തോത്രം. കർത്താവേ സ്തോത്ര. ഈ വർഷം കർത്താവേ ഇവിടെ ഇങ്ങനെ 2 ദിവസത്തെ സുവിശേഷം ഇത് നടത്തുവാൻ അനുകൂലമായ സാഹചര്യങ്ങൾ തന്നു. ഇന്നലെ ആരംഭിച്ച ആ മീറ്റിങ്ങിനെ ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് രാവിലെ നടന്ന പ്രാർത്ഥനയെ അനുഗ്രഹിച്ചു. കർത്താവേ സ്തോത്രം. ഈ സന്ധ്യാസമയത്തെ സമാപന മീറ്റിങ്ങും അതിലൂടെ കർത്താവ് മുഴുമഹിമയോടെ വന്ന് നടത്തി തന്നതിനായി വാഴ്ത്തുന്നു. നന്ദി അർപ്പിക്കുന്നു സ്തുതി അർപ്പിക്കുന്നു. കർത്താവേ എല്ലാ പ്രതികൂലങ്ങളെ മാറ്റി തന്നതിനായി സ്തോത്രം. കർത്താവേ കർത്താവേ ഹല്ലേലൂയ. സുവിശേഷത്തിൻ്റെ വാതിലടഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി അധിക സമയം ഞങ്ങൾക്ക് മുമ്പിലില്ല. പകലുള്ളൊരു തോളാഴ്ചവനെ പ്രവർത്തിക്കുവാൻ കർത്താവെ അളിച്ച കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന് വരും മുമ്പായി ഇങ്ങനെ ഇനിയും എത്ര നാളുണ്ടോ അത്ര നാളും മുഴുവൻ ശക്തിയോടെ കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ ഞങ്ങളെ വീണ്ടും സമർപ്പിക്കുകയാണ്. ഇന്ന് രാത്രിയിലും കർത്താവെ അനുഗ്രഹീതമായ മാറ്റമില്ലാത്ത അരുളപ്പാടുകളെ അറിയിപ്പാൻ കർത്താവിന് പ്രസാദമായി തരുന്നതിനായി സ്തോത്രം. അമ്മേ, ഞങ്ങൾക്കിപ്പോൾ ആയിരിക്കുന്ന ഇളകാത്ത ആത്മീയ രാജ്യത്തെ വ്യക്തമായി മനസ്സിലാക്കുവാൻ ഇനിയും അനേകർക്ക് ഭാഗ്യം നൽകണേ. അദ്ദേഹത്തെ വ്യക്തമായി മനസ്സിലാക്കി ആ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആത്മീയ രാജ്യത്തിൽ അമ്മേ ഇളകാത്തവരായി ഉറപ്പുള്ളവരായി അടിസ്ഥാനമുള്ളവരായി നിലതുകൊണ്ട് പിതാവിൻ്റെ നിത്യരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ കാഹളത്തിനോടുകൂടെ പ്രധാനതയുടെ ശബ്ദത്തോടുകൂടെ തന്നെ മണവാട്ടിയെ പോറ്റി പുലർത്തി കാത്തു പരിപാലിച്ച് ദിവസം തലയോളം വളരുന്ന മണവാട്ടിയെ ചേർക്കാൻ യേശു വരുമ്പോൾ ഞങ്ങളൊന്നിച്ച് പൂർണ്ണത പ്രാപിച്ച് ഞങ്ങളുടെ വരവിനായി ഒരുങ്ങണം. അമീൻ. വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവർ വരിക എന്ന് പറയട്ടെ. അമീൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. അമീൻ. ഞങ്ങളുടെ യേശു ഇതാ വേഗം വരുന്നുള്ള ശബ്ദം മണവാട്ടിയായി കേട്ടുകൊണ്ട് ഞങ്ങളുടെ വരവിന് ഒരുങ്ങി കാത്തിരിപ്പാൻ ഇന്ന് രാത്രി ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ മാനവും മഹത്വം അങ്ങേക്കായി അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധന്മാവാം ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും നമ്മോടും സകല വിശുദ്ധന്മാരോടും കർത്താവിൻ്റെ വരൂരിയും ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് മുമ്പോട്ട് വരാം.